നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പറഞ്ഞു വരുന്നു എന്നതാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ എണ്ണി വരുന്നു. ആ എണ്ണി വരുന്നതനുസരിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്. ഇനി ഒരാൾ നാളെ വെള്ളിയാഴ്ച അല്ലാന്ന് പറഞ്ഞാലോ അയാളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയില്ല. അപ്പൊ നമ്മളെ മുൻഗാമികളായ ആളുകൾ വിശ്വസിച്ചു വരുന്നു, പറഞ്ഞു വരുന്നു എന്നത് തന്നെ വലിയ ഒരു തെളിവാണ്. അപ്പൊ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ പ്രദേശത്ത്, ഇവിടെ ഈ മഖബറയിൽ മറവ് ചെയ്യപ്പെട്ട ആളുകളെ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള ആളുകൾ വളരെ മുമ്പേ വലിയ മഹാനായി അവർ വിശ്വസിച്ചു വരുന്നു എന്നത് തന്നെ ഈ ഇവിടെ കിടക്കുന്ന ആള് മഹാനാണ് എന്നതിന് തെളിവാണ്. വേറെ അഡ്രസ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ഈ മഹാന്റെ ഹദ്റത്തിൽ നാം മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ഇതിന്റെ ഈ ജമാഅത്തിൽ നിന്നും ഇതിന്റെ ഭാരവാഹികളിൽ നിന്നും ഇതിനെ സഹായിക്കുന്നവരിൽ നിന്നും പ്രവർത്തിക്കുന്നവരിൽ നിന്നും വൾഗിയർമാരിൽ നിന്നും സഹകരിക്കുന്നവരിൽ നിന്നും നേർച്ച കൊടുക്കുന്നവരിൽ നിന്നും ഒക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നൗമത്തുൽ അറൂസ്, പുതിയാപ്പിള വിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് സ്വർഗത്തോട്ടത്തിൽ കിടക്കുന്ന മഹാന്മാർ, അൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന, മുഅ്മിനായ മനുഷ്യന്റെ ഖബർ, മുത്തഖിയായ മനുഷ്യന്റെ ഖബർ സ്വർഗത്തോട്ടമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വർഗത്തോട്ടത്തിൽ കിടക്കുന്ന മുത്തഖീകളായ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരോട് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ സന്തോഷകരമായ നിലക്ക് മറുപടി പറയുന്നു. അതിൽ പല ചോദ്യങ്ങളും ഉണ്ട്. ചോദ്യങ്ങളൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്, കർമ്മത്തെ സംബന്ധിച്ച് അല്ല. ഖബറിലെ ചോദ്യം മർ റബ്ബുക, അല്ലാഹുവിനെ പറ്റി. വമാ ദീനുക, നിന്റെ ദീൻ ഏത്? വമാ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏത്? നീ പിന്തുടരുന്ന ഗ്രന്ഥം ഏത്? വമാ ഇമാമുക, നീ പിന്തുടരുന്ന ഗ്രന്ഥം ഏത്? വമൻ നബിയുക, നിന്റെ നബി ആര്? ഇങ്ങനെ തുടങ്ങി ചോദ്യങ്ങളൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. കാരണം വിശ്വാസമാണ് കർമ്മത്തെക്കാൾ പ്രധാനം. വിശ്വാസമില്ലെങ്കിൽ കർമ്മത്തിനൊന്നും പ്രസക്തിയില്ല. അതേ സമയത്ത് കർമ്മം അപാകതകൾ സംഭവിച്ചാലും വിശ്വാസമുള്ളവന് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും രക്ഷയുണ്ട്. ഈമാനോടുകൂടി മരിച്ച മനുഷ്യൻ അവൻ എത്ര തെറ്റ് സംഭവിച്ചു പോയവനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന് മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതായാലും രക്ഷയ്ക്ക് വഴിയുണ്ട്. ഇനി അഥവാ അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഫഅംറുഹു മുഫവ്വദുൻ ലിറബ്ബിഹി, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയവന്റെ വിഷയത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയൂല. അത് പടച്ചവന്റെ അടുക്കലുള്ള സംഗതിയാണ്. അവനൊരു പക്ഷേ മാപ്പ് കൊടുത്തു എന്ന് വരാം, ഒരു പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷിച്ചു എന്ന് വരാം. പക്ഷേ മരിക്കുന്ന സമയത്ത് വിശ്വാസം ശരിയാണെങ്കിൽ, ഈമാനോടുകൂടെ മരിച്ചതാണെങ്കിൽ അവസാനം അവൻ സ്വർഗത്തിൽ കടക്കുമെന്നുറപ്പാണ്. നേരെ മറിച്ച് വിശ്വാസമില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും എത്ര നല്ല കാര്യം ചെയ്തവനും ഈമാനില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈമാനില്ലാത്ത മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അതെ അതിന് ഒരു ഫലവുമില്ല, ഒരു കാര്യവുമില്ല. അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹും ളംആനു മാആ, വളരെ നട്ടുച്ച വെയിലത്ത് വളരെ ദൂരേക്ക് പരന്നു കിടക്കുന്ന ടാറ് ചെയ്ത റോട്ടിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ
അങ്ങകലെ വെള്ളമിങ്ങനെ മറിയുന്നുവെന്ന് തോന്നും. പക്ഷേ മരീചികയാണ്. സമീപത്ത് ചെന്നാൽ അവിടെ വെള്ളം കാണൂല. ഇതുപോലെ എനിക്ക് സൽക്കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് ഈമാനില്ലാത്തവൻ ഒരു പക്ഷേ ചിന്തിക്കും. പക്ഷേ ഈമാനില്ലാതെ മരിച്ചുപോയെങ്കിൽ അവന് ഒരു സൽക്കർമ്മവും പാരത്രിക ലോകത്ത് ഫലപ്രദമല്ല. പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനേ. വിശ്വാസത്തിനാണ് ഏറ്റവും വലിയ പ്രസക്തി. വിശ്വാസം പിഴച്ചാൽ മുഴുവനും പിഴച്ചു. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹദത, വല്ലവരും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, മൻ അഹദത, വല്ലവനും പുത്തനാശയക്കാരനായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ, സഹാബത്ത് പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ, ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ, അങ്ങനെ ഒരു പുതിയ ആശയക്കാരനായാൽ, പുതിയ പ്രവർത്തനം നടത്തിയാൽ എന്നല്ല, പുതിയ ആശയക്കാരനായാൽ, അതേത് ആശയം പുതിയതാണ്, വിശ്വാസം പുതിയതാണ്. ആശയം പുതുതായാൽ, പുത്തനാശയക്കാരനായാൽ, അല്ലെങ്കിൽ ഒരു പുത്തൻ ആശയക്കാരനെ ആരെങ്കിലും അഭയം കൊടുത്ത് അവന് വേണ്ട ഒത്താശ ചെയ്താൽ, സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവനെ അല്ലാഹു ദൂരീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപവും മലക്കുകളെ ശാപവും സർവമഹാന്മാരെ ശാപവും അവനുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഒരു ഫർളും ഒരു സുന്നത്തും അവൻ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഫർളോ സുന്നത്തോ ആയ ഒരു കർമ്മവും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഞാൻ പറഞ്ഞതല്ല, ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താ കുഴപ്പം? കുഴപ്പം അവന്റെ ആശയം തെറ്റിപ്പോയി. അവന്റെ ആശയം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച ആശയത്തിൽ അവൻ വ്യതിചലിച്ചു പോയി. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം, ആശയം ശരിയാകലാണ്. ആശയം ശരിയായ നിലക്കായിരിക്കണം. അപ്പൊ ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഖബറിലുള്ള ചോദ്യങ്ങളെല്ലാം വിശ്വാസപരമായ വിഷയങ്ങളെ കുറിച്ചാണ്. കർമ്മത്തെക്കുറിച്ചുള്ള ചോദ്യം പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോഴാണ്. ഇത് പ്രഥമ ദൃഷ്ട്യാ ഇവൻ അംഗീകരിക്കാൻ പറ്റുന്നവനാണോ, പ്രഥമ ദൃഷ്ട്യാ ഇവൻ ശരിയാണോ എന്ന് നോക്കുന്ന ചോദ്യങ്ങളൊക്കെ വിശ്വാസങ്ങളെ കുറിച്ചാണ്. അതിനാൽ ഖബറിലുള്ള ചോദ്യങ്ങളെല്ലാം വിശ്വാസങ്ങളെ കുറിച്ചാണ്. ആ ചോദ്യത്തിന് സ്ഫുടമായ നിലക്ക് മുത്തഖീകൾ മറുപടി പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവർക്കുള്ളതാണ് സ്വർഗത്തോട്ടം. ആ സ്വർഗത്തോട്ടത്തിൽ കഴിയുന്ന മുത്തഖീങ്ങൾ, അവർക്കവിടെ യാതൊരു പ്രശ്നവുമില്ല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരെ സമീപത്ത് ഒരു രൂപം വരുന്നു. ആ രൂപം കാണുമ്പോ എന്തൊരു സന്തോഷമുള്ള രൂപമാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സന്തോഷമാണ്. അടുത്തെത്തുമ്പോൾ ചോദിക്കും, നിങ്ങളെ കാണുമ്പോ തന്നെ സമാധാനമായി പോയി, കാണുമ്പോ തന്നെ വല്ലാത്ത ഭംഗിയുണ്ട്, നിങ്ങൾ ആരാണ്? ആ രൂപം, ആ വ്യക്തി, അവിടെ വന്നിട്ടുള്ള ആ വ്യക്തി മറുപടി പറയുന്നു, നീ ചെയ്ത നല്ല നല്ല കാര്യങ്ങളില്ലേ, നിന്റെ സൽക്കർമ്മങ്ങളില്ലേ, അതിനെ ഒരു രൂപമാക്കി, ഒരു മനുഷ്യരൂപം പോലൊരു രൂപമാക്കിയിട്ട് നിനക്ക് ഖബറിൽ ഒറ്റക്കാകാതിരിക്കാൻ, നീ കിടക്കുന്ന കാലത്തോളം നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നിനക്ക് കൂട്ടിന് വേണ്ടി എന്റെ റബ്ബ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിന്റെ സൽക്കർമ്മമാണ്. അദ്ദേഹത്തിന്റെ സന്തോഷം എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലും അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നു. ഖബറിൽ വെച്ച ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുമ്പോൾ, ഖബറിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ പ്രാർത്ഥന എന്താണ്? യാ റബ്ബി അഖിമിസ്സാഅ, യാ റബ്ബി അഖിമിസ്സാഅ, യാ റബ്ബി അഖിമിസ്സാഅ. എന്റെ റബ്ബേ, ഒന്ന് ഖിയാമത്ത് നാളാക്കി തരൂ. കാരണം ഈ കാണുന്ന സ്വർഗത്തിലേക്ക് എനിക്കൊന്ന് കടക്കണമെങ്കിൽ ഖിയാമത്ത് നാളാകണമല്ലോ. അല്ലാഹ്,
അവിടുന്ന് സന്തോഷത്തോടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാർ, ആ മഹാന്മാരോട് മലക്കുകൾ പറയുന്ന വാക്കാണ് നം നൗമത്തൽ അറൂസ്. നല്ല പുതിയാപ്പിള സന്തോഷത്തോടെ വിശ്രമിക്കുന്നത് പോലെ നീ ഖബറിൽ വിശ്രമിച്ചോ. ഈ അറൂസ് എന്ന വാചകത്തിൽ നിന്ന് വന്നതാണ് ഉറൂസ് എന്ന ഈ പരിപാടി. അറൂസ് ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്ക് ഹദീസിൽ വന്ന വാചകമാണ് അറൂസ്, പുതിയാപ്പിള. അതിൽ നിന്ന് വന്ന വാചകമാണ് ഉറൂസ്. ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി ഉറൂസ്. എന്താ ഈ ഉറൂസ്? അതും തിരിയണ്ടേ? കുറെ കാലം ഉറൂസ് തുടങ്ങിയിട്ട്. പലപ്പോഴും പല പണ്ഡിതന്മാരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടാകാലോ. ധാരാളം മുത്തഅല്ലിമീങ്ങളെ കാണുന്ന ഈ സദസ്സ് നല്ല ബർക്കത്തുള്ള സദസ്സ്. അല്ലാഹു എല്ലാ മുത്തഅല്ലിമീക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. അപ്പൊ സഹോദരന്മാരെ, അതാണ് ഉറൂസ്. ഖബറിൽ കിടക്കുന്ന മഹാന്മാര് വമ്പന്മാരാണ്. മഹാന്മാരെവിടെയും വമ്പന്മാരാണ്. അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത് തന്നെ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവും ഇല്ല, ടെൻഷനും ഇല്ല, പേടിയുമില്ല. അതല്ലേ ഔലിയാക്കള്. അവരാരാ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ശരിയായ വിശ്വാസമുള്ളവരാണവർ. വകാനു യത്തഖൂൻ. അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണവർ. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ. ആ മഹാന്മാരായ ആളുകൾക്ക് ഖബറിലും അവർ മഹാന്മാര് തന്നെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. ഒരുപാട് കിതാബുകൾ രചിച്ച വലിയ മഹാനാണ്. ആ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. അവർ കൊണ്ടുപോയി വെച്ചിട്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു. മലക്കുകൾ ചോദ്യം ചെയ്തപ്പോ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. എന്റെ മലക്കുകളോട് അങ്ങോട്ടൊരു ചോദ്യം. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം. മലക്കുകളെ, നിങ്ങൾക്കറിയില്ലേ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ഖബറിൽ ശിക്ഷയില്ല, രക്ഷയില്ല, ഖബറിൽ ചോദ്യമില്ല, ഖബറിൽ ചുക്കുമില്ല എന്ന് ഒരു കൂട്ടര് വാദിച്ചു. ആ വാദിച്ച കൂട്ടരെ പേരാണ് മുഅ്തസിലത്ത്. അങ്ങനെ ഖബറിൽ അദാബില്ല, ഖബറിൽ ശിക്ഷയില്ല എന്ന് ചില പുത്തനാശയക്കാര് വാദിച്ചപ്പോൾ ആ വാദിച്ച കക്ഷികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എത്രയോ കിതാബ് എഴുതിയ ആളല്ലേ ഞാൻ, മറുപടി പറഞ്ഞ് പ്രസംഗിച്ച ആളല്ലേ ഞാൻ. ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, ചോദ്യമുണ്ട്, മറുപടിയുണ്ട്. ഇതൊക്കെ എത്രയോ കിതാബുകൾ എഴുതി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം സ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്റെ ജീവിതകാലം മുഴുക്ക ഞാൻ ചെലവഴിച്ചതല്ലേ മലക്കുകളെ. അങ്ങനത്തെ എന്നോടും നിങ്ങൾ ചോദിക്കേണ്ടതുണ്ടോ എന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു മലക്കുകളോട് ഖബറിന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹവീലിൽ ഫതാവയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ള ചോദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഉമർ അവിടെ ഉമറായി തന്നെ ഉണ്ടാവുമോ നബിയെ? ഉണ്ടാകുമെന്ന് ആ മലക്കുകൾ കേട്ടപ്പോ പറയാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഖബറിൽ കിടന്നാലും മഹാന്മാര് വമ്പന്മാര് തന്നെ, അവര് വലിയ മഹത്വമുള്ളവര് തന്നെ. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അമ്മൽ മസാഹിദു ഫലാ തതസാവാ ബൽ ബറകതു സിയാറതിഹാ യതഫാവതു അലാ ഖദ്രി ദറജാതിഹിം. എല്ലാ മഖബറകളും തുല്യമല്ല, എല്ലാ മഹാന്മാര് കിടക്കുന്ന മഖാമുകളും തുല്യമല്ല. അവർക്കുള്ള ദറജകൾ എത്ര വലിപ്പമുണ്ടോ, അവരുടെ ഡിഗ്രി എത്ര വലുതാണോ അതനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അവര് മുഖേന ഗുണം ലഭിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നു.
സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ മുഴുവനും നേതാവായ സർവ്വ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നേതാവായ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ حبيبك خير الخلق كلهم. സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കും സർവ മലക്കുകൾക്കും സർവ സൃഷ്ടികൾക്കും ഒരുപോലെ നേതാവായ ഏറ്റവും വലിയ നേതാവ് അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദൻ നബിയും ആദൻ നബിക്ക് ശേഷം മുഴുവൻ ആളുകളും തഹ്ത ലിവാഇ, എന്റെ കൊടിക്കീഴിലാണ്. അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഅ്, ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ് ഞാനാണ്, ശഫാഅത്ത് ചെയ്യുന്ന നേതാവ് ഞാനാണ്. അവ്വലു മുശഫ്ഫഇൻ, ആദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നേതാവ് ഞാനാണ്. അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണ്. അതിനിടക്ക് വലാ ഫഖ്റ വലാ ഫഖ്റ വലാ ഫഖ്റ, ഞാൻ പറയട്ടെ വലാ ഫഖ്റ, ഇതിനേക്കാൾ വലിയ ഒരു സ്റ്റാറ്റസ് ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല. വലാ ഫഖ്റ എന്ന വാക്കിന്റെ ഒരർത്ഥമാണ് മുതഅല്ലിമീങ്ങളെ, മറ്റൊരർത്ഥം വലാ ഫഖ്റ, ഞാനിത് സ്റ്റാറ്റസ് പറയുന്നതല്ല, എന്റെ മഹത്വം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ പവർ പറയുകയല്ല. ഇരിക്കട്ടെ, രണ്ട് നിലക്കും ഇമാമികൾ ആ ഹദീസ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ഞാൻ നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അബൂ ജഅഫറിൽ മൻസൂർ ഗവർണറാണ് ചോദിക്കുന്നത്. അയാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ല മാലിക് ഇമാം തങ്ങളെ, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും, പക്ഷെ ഉറക്ക ചൊല്ലിയാലാ നല്ലത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞു ദുആർക്കണോ, അല്ല ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് തിരിഞ്ഞു ദുആർക്കണോ, തങ്ങളെ കൊള്ള മുന്നിട്ട് ദുആർക്കണോ, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞു ദുആർക്കണോ? മാലിക് ഇമാം റളിയല്ലാഹുവിനോട് ചോദ്യം. ആരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു? ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ഉസ്താദാ, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാ, മദീനത്തെ ഏറ്റവും വലിയ പണ്ഡിതനാ. സഹോദരിമാര് കേട്ടില്ലേ മാലിക് ഇമാമിന്റെ ചരിത്രം? മാലിക് ഇമാം റളിയല്ലാഹു മദീനത്തെ പള്ളിയിലുള്ളപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ, പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ വേദല്ലേ, ഒരു സ്ത്രീ മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മയ്യിത്തിന്റെ ശരീരത്തിൽ, മയ്യിത്തിന്റെ ഔറത്തിന്റെ സ്ഥലത്ത് കയ്യിന്റെ വിരൽ ഒട്ടിപ്പിടിച്ചു പോയി. എത്ര പിടിച്ചു വലിച്ചിട്ടും വരുന്നില്ല. എന്തു ചെയ്യണമെന്ന് ആലിമീങ്ങളോട് ചോദിച്ചപ്പോ ആലിമീങ്ങൾ ബേജാറായി. ജീവിച്ചിരിക്കുന്ന ആളെ കയ്യിന്റെ വിരൽ രക്ഷപ്പെടുത്തണോ, അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള ആളുടെ ശരീരത്തിന്റെ ഭാഗം രക്ഷപ്പെടുത്തണോ? രണ്ടിലോ ഭാഗം മുറിക്കാണ്ട് രക്ഷപ്പെടില്ല. മയ്യിത്തിന്റെയോ മുറിക്കേണ്ടത് ശരീരം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളെ മുറിക്കേണ്ടത്? ആലിമീങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാ മാലിക് ഇമാമിന്റെ പള്ളിയിൽ നിന്ന് കേട്ടു. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെന്നു. മാലിക് ഇമാമിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു. മാലിക് ഇമാം റളിയല്ലാഹുവിനോട് തന്നെ പറഞ്ഞു. മാലിക് ഇമാം ആരാണെന്ന് മനസ്സിലാക്കാൻ ചെറിയ സാമ്പിൾ, ചെറിയ ചരിത്രം പറയാം. മാലിക് ഇമാം റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ചിരിച്ചു പോകണം.
ആ സ്ത്രീയോട് നിങ്ങൾ ചോദിക്കുക, ആ സ്ത്രീ ആ മരിച്ച മയ്യത്തിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാവും. ആ മരിച്ച മയ്യത്തിനെ പറ്റി വ്യഭിചാരാരോപണം ഖദ്ഫ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 അടി അടിക്കണം അവളെ, പറഞ്ഞവളെ. അങ്ങനെയാ ഇസ്ലാമിന്റെ നിയമം. ആരെപ്പറ്റി ഒരു കുറ്റവും പറയാൻ പാടില്ല. വ്യഭിചാരാരോപണം തീരെ പറയാൻ പാടില്ല. ഒരു കുറ്റം ഒരാളെയും പറയാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം. ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണമെന്ന് ഇസ്ലാമിൽ എവിടെയില്ല. ഒരാളെയും കുറ്റം പറയരുത്, ആരെയും തെറ്റിദ്ധരിക്കരുത്. എല്ലാരെ പറ്റി നല്ല മനസ്സ്, എല്ലാരെ പറ്റി നല്ലത് പറയാ. അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു, ശരിയായ മുസ്ലിം മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകൊണ്ടും ഒരാൾക്കും ശല്യമില്ല, നാവ് കൊണ്ടും ശല്യമില്ല. കൈകൊണ്ട് ശല്യമില്ല, നാവ് കൊണ്ട് ശല്യമില്ല. അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോ ഈ സ്ത്രീ വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ദേഷ്യമുള്ള പോലെ കുറ്റാ പറയാ. നമുക്ക് ദേഷ്യമുള്ള പോലെ ആർക്കൊരാൾ വെറുപ്പുണ്ടെങ്കിൽ അയാളെ കുറ്റം കുറവ് പറയാം. മഹാപോയത്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോ എന്താ കാരണം അറിയും, നിങ്ങൾ പറഞ്ഞു, നമ്മളൊരാളെ കുറ്റവും കുറവും പറഞ്ഞാൽ നമ്മളെ സൽക്കർമ്മൊക്കെ അയാളെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ആവും. നമ്മളെ നിൽക്കാരും നോമ്പൊക്കെ അയാൾ കിട്ടൂ. പിന്നെയോ അങ്ങനെ നമ്മളൊക്കെ എടുത്ത് കിട്ടി മുഴുവൻ കൊടുത്ത് തീർന്നുപോയി. പിന്നെയും കുറ്റം പറഞ്ഞ ആൾ ബാക്കിയാ. എന്നാ പിന്നെ അയാളുടെ ദോഷം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. അവനാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച മനിൽ മുഫ്ലിസു, ആരാണ് സഹാബികളെ കൈവലഞ്ഞവൻ, യാതൊരു ഗതിയില്ലാത്തവനാരാ? അപ്പോ സഹാബത്ത് പലരും പറഞ്ഞു, വല്ലാ ദിർഹമ വലാ ദീനാറ ലഹു, ഒറ്റനായ കാശുമില്ലാത്തവന്, പൈസയും പണമൊന്നുമില്ലാത്തവന്. നബി തങ്ങൾ അതൊന്നുമല്ല മുഫ്ലിസ്. ശരിയായ മുഫ്ലിസ് അള്ളാന്റെ കോടതി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാ. ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഹാജരാക്കുമ്പോ അതാ ഒരാൾ എന്ന് പഠിച്ചവനെ, ഇവൻ എന്നെ കുറ്റം പറഞ്ഞു, ഇവൻ എന്നെ ചീത്ത പറഞ്ഞു, ഇവൻ എന്നെ അടിച്ചു, ഇവൻ എന്നെ അതാ കുറവാക്കി, ഇവൻ എന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി, ഇവൻ എന്നെ അപമാനിച്ചു. ഇങ്ങനെ ഓരോരുത്തരും എന്ന് പറയുന്നു. അപ്പോഴതാ അവന്റെ സൽക്കർമ്മം എടുത്തിട്ട് അതിനൊക്കെ പകരം കൊടുക്കുകയാണ്. അങ്ങനെ അവന്റെ നോമ്പ് കൊടുത്തു, നിസ്കാരം കൊടുത്തു, ഹജ്ജ് കൊടുത്തു, സദഖ കൊടുത്തു, സലാത്ത് കൊടുത്തു, ദിക്ർ കൊടുത്തു, വഅദ് കൊടുത്തു. അങ്ങനെ അതാ അവന്റെ എല്ലാ കാര്യവും കൊടുത്തു തീർന്നുപോയി. പിന്നെ ആൾക്കാർ കിട്ടാനുള്ള ഒരു ബാക്കിയാണ്. അപ്പൊ പിന്നെ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ആരെയാണോ അവൻ കുറ്റം പറഞ്ഞത് അയാള് ചെയ്ത തെറ്റൊക്കെ ഇവന്റെ മേൽ എടുത്തു വഹിപ്പിക്കുകയും സൽക്കർമ്മം തീർന്നുപോയി. മറ്റവന്റെ തെറ്റിവൻ വഹിക്കേണ്ടതും വന്നു. അതാക്ക പടച്ചവന്റെ കോടതിയിൽ രക്ഷയ്ക്ക് വഴിയില്ല. അവനാണ് യഥാർത്ഥ കൈവലഞ്ഞവൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, ഒരൊറ്റ മനുഷ്യനെ ശല്യം ചെയ്തു പോണ്ട, ഒരൊറ്റ മനുഷ്യന്റെ കുറ്റം പറയണ്ട, ഒരൊറ്റ മനുഷ്യനെ നിന്ദിക്കണ്ട, ഒരൊറ്റ മനുഷ്യനെ ഇൻസൾട്ട് ആക്കണ്ട, ഒരൊറ്റ മനുഷ്യന്റെ അഭിമാനം ചോദ്യം ചെയ്യണ്ട. അത് കടുത്ത ഹറാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായയിൽ പറയുന്നു, അസദ്ദു മിൻ 30 സനിയ, 30 വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് മറ്റൊരാളെ കുറ്റം പറയൽ, വേറൊരുത്തന്റെ ഗീബത്ത് പറയൽ, പൊരുത്തപ്പെടാത്തത് പറയൽ. ചിലര് പറയും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. ഉള്ളത് പറയുന്നതിന്റെ പേരാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് പറയാന്നാണ്. സുഹൃത്തുക്കളെ, ഉള്ളത് തന്നെ പറയാൻ പാടില്ല. പിന്നെ ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ കഥ പറയണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല. അത് വലിയ തെറ്റാ. പിന്നെ വ്യഭിചാരാരോപണമാണെങ്കിൽ പിന്നെ സംഗതി പറയണോ? അത് വലിയ തെറ്റ്, ഖദ്ഫ് എന്ന് പറയും. അപ്പൊ ഈ സ്ത്രീ, മാലിക് ഇമാം പറയാണ്, ഈ സ്ത്രീ അവള് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാവും മയ്യത്തിന് പറ്റി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ 80 അടി അടിക്കണം. അങ്ങനെയാ നിയമം. സ്ത്രീകളൊക്കെ മനസ്സിലാക്കണം, വെറുതെ എന്തെങ്കിലും ആരെ പറ്റിയും പറഞ്ഞേക്കരുത്. ഏതെങ്കിലും ഒരു സ്ത്രീനെ പറ്റി എന്തെങ്കിലും പറയാ, പുരുഷനെ പറ്റി പറയാ, അങ്ങനെ അങ്ങ് പറഞ്ഞേക്കരുത്. 80 അടിയാ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കോടതി വിധിക്കുക. ഒരാൾ പറഞ്ഞാൽ എങ്ങനെ, അത് നമ്മൾ മനസ്സിലാക്കണോ? ഉള്ളത് പറഞ്ഞാലേ പറഞ്ഞു, ഇല്ലാത്ത പറഞ്ഞാലല്ല. ഒരാള് ശരിക്ക് വ്യഭിചരിക്കുന്നത് കണ്ടു. വ്യഭിചരിക്കുന്നത് കാണാന്ന് പറഞ്ഞാല് ഒരു പുരുഷൻ ഒരു സ്ത്രീ കൂടി റൂമിൽ കയറിയിട്ട് വായിലടക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് വ്യഭിചരിക്കാനാവില്ല, വായിലടക്കുന്നത് കാണുള്ളൂ. വ്യഭിചരിക്കുന്നത് കാണാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമിങ്ങൾ പറഞ്ഞത് ബക്കറ്റും കയറും കിണറ്റിൽ ഇറങ്ങും പോലെ കാണുകയെന്നാണ്, അല്ലെങ്കിൽ സുറുമക്കോല് കുപ്പിയിൽ ഇറങ്ങും പോലെ കാണുകയെന്നാണ് ഉദാഹരണം പറഞ്ഞു.
ആ നിലക്ക് കണ്ടു, അല്ലെങ്കിൽ മഷിക്കുപ്പിയിൽ പില്ലറക്കും പോലെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നയാൾ വ്യഭിചരിക്കുന്ന ഞാൻ കണ്ടു. ഇസ്ലാമിന്റെ കോടതി എന്താ ചെയ്യാ? അയാളെ 80 അടി അടിക്കണോ? ആരെ? വ്യഭിചരിച്ചോനല്ല, പറഞ്ഞോനെ 80 അടിയാ. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു ഞാനും കണ്ടു തന്നെ, എന്നാ ഓനും 80 അടിയാ. ഇനി ഒരുത്തൻ കൂടി പറഞ്ഞു എന്നാ ഓനും 80 അടി, 240 അടിയാ. ഇനി ഒരു നാലാമത്തെ ഒരാൾ കൂടി വന്ന് പറഞ്ഞാൽ ഇവരടി ഒഴിവായി കിട്ടും. പിന്നെന്ത് ചെയ്യും? വ്യഭിചരിച്ചോനെ ശിക്ഷിക്കും. പക്ഷെ അന്ന് 4 ആൾ എങ്ങനത്തെ 4 ആളായിരിക്കണമെന്ന് അറിയങ്ങള്? അങ്ങാടി കൂടി തലമറക്കാണ്ട് പോകുന്ന മൊയ്ലാരാണെങ്കിൽ പറ്റൂല. ആള് മൊയ്ലാർ തന്നെ, അങ്ങാടി ഇന്ന് തലമറക്കൂല, നോൻ പറ്റൂല. നേരെ മറ്റ് സാധാരണക്കാരൻ അങ്ങാടി ഇന്ന് തലമറച്ചിട്ടില്ലെങ്കിലും പറ്റും. എല്ലാവർക്കും ഒരേ നിയമമല്ല, മൊയ്ലാർക്ക് നിയമം പറയാം. മൊയ്ലാർ അങ്ങാടി കൂടി പോകുമ്പോൾ തലമറച്ചേ പറ്റൂ. സാധാരണക്കാരൻ അങ്ങാടിയിൽ ചുമട്ട് തൊഴിലാളിയും ബസ്സിന്റെ ക്ലീനറൊക്കെ തലമറച്ചില്ലെങ്കിലും സാറ്റിക്ക് പറ്റാണ്ടിരിക്കൂല. കാരണം അവരങ്ങാടിക്കാരാണ്. മൊയ്ലാർ അങ്ങനെ പറ്റില്ല. മൊയ്ലാർ ശരിക്ക് തലയൊക്കെ മറിച്ചിട്ട്. ഞാനിപ്പോ പോയി അത് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എന്നോടൊരു ചോദ്യം ഉണ്ടെങ്കിലും ഈ ടീഷർട്ട് കൂട്ടിയിട്ട് മദ്രസയെ പറഞ്ഞേക്കാൻ പറ്റും കുട്ടികളാണ് ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു അള്ളാഹുത്തല കുപ്പായിടം തന്നില്ല, പിന്നെ എന്നെ ടീഷർട്ട് ആക്കുന്നു. മാനമായ വസ്ത്രവും ധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളാ. അതിന്റെ ഫിഖ്ഹി നിയമം പറഞ്ഞാൽ പോരാ, ഫിഖ്ഹി നിയമം പറഞ്ഞാല്, അതിന്റെ കർമ്മശാസ്ത്ര നിയമം പറഞ്ഞാല് കുത്തു പോകുന്ന സമയത്ത് ഔറത്ത് മറക്കൽ ഊച്ചു അല്ലേ? അങ്ങനെയല്ലേ കുട്ടികളെ? ഔറത്ത് മറക്കൽ ഊച്ചു. ഔറത്തത്രേ പുരുഷന്മാരെ ഔറത്തത്രേ മുട്ടുവെക്കളുടെ സ്ഥലം അല്ലേ? മുട്ടുവെക്കളുടെ സ്ഥലം മറിച്ചിട്ട് കുത്തുബോധിയ കുത്തുബ ശരിയാവൂലേ? ഖതീബൊന്ന് കയറിയൊക്കെ നമുക്കൊന്ന് കാണാലോ. മുട്ടുവെക്കളുടെ മറിച്ചിട്ട് ഖതീബൊന്ന് മെമ്പറോ കയറിയൊക്കെ നമുക്കൊന്ന് കാണാലോ. അപ്പോ ഓരോന്നിനും മാന്യത ഉണ്ട്. വെറും ചെറുത്ത് പറഞ്ഞു നോക്കിയാ പോരാ, ആ മാന്യത പുലർത്തണം. ആ മാന്യത ഇല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കുപ്പായ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ, ഉണ്ടെങ്കിൽ കുപ്പായ വിട്ടിനെ പറഞ്ഞേക്കണ്ട് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇരിക്കട്ടെ. അപ്പോ 240 അടിയാണ് ആർക്ക്? ഈ ആരോപണം പറഞ്ഞ 3 ആൾക്ക് 4 ആള് പറഞ്ഞാൽ ആ വ്യഭിചരിച്ചവനെ ശിക്ഷിക്കും കോടതി. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ പറഞ്ഞവനടിയാണ്. കാരണം എന്താ? കാരണം തെറ്റ് പ്രചരിപ്പിക്കാൻ പാടില്ല, തെറ്റ് പുറത്തു പറയാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വേറൊരു നിയമമാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ. ഖുർആനിൽ അല്ലാഹു പറയുന്നത് തെറ്റ് പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരാളൊരു തെറ്റ് ചെയ്താൽ അത് മറ്റൊരുത്തൻ പരസ്യപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. തെറ്റ് പരസ്യപ്പെടുത്താൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ. അപ്പൊ വ്യഭിചരിച്ച വ്യക്തിയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് വ്യഭിചരിച്ചു എന്ന ആരോപണം പറയുന്ന വ്യക്തിക്ക് 80 അടിയൊടുക്കണമെന്നാണ് നിയമം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ആ പെണ്ണിനെ സംബന്ധിച്ച് മയ്യിത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് അതാ വ്യഭിചാരാരോപണം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ 80 അടിയടിക്കണം. എന്നാൽ അവളെ കയ്യിന്റെ വിരൽ തെറിച്ചു വരും. അല്ല, അവൾ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് പോയി അന്വേഷിക്കൂ. മാലിക് ഇമാമിന്റെ വിവരവും ബുദ്ധിയും കറാമത്തുമാണ്. മാലിക് ഇമാം ചില്ലറക്കാരനല്ല, ഷാഫി ഇമാമിന്റെ ഉസ്താദാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയെന്നാണ് ആദ്യം ഓതിയത്. അപ്പൊ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ആണ് ഉസ്താദ്. സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഖുർആനൊക്കെ മനപ്പാടാക്കി. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കി. ഷാഫി ഇമാം ഖുർആൻ മനപ്പാടാക്കി. നിങ്ങൾക്കായിരിക്കും ഖുർആൻ മനപ്പാടും. പോട്ടെ, യാസീൻ മനപ്പാടും. യാസീൻ മനപ്പാടുള്ളവരുടെ കൈവക്കട്ടെ. മനപ്പാടില്ലാന്ന് ഞാൻ തുലിക്കും. യാസീൻ മനപ്പാടില്ല നമുക്കൊന്നും, എനിക്കുമില്ല. യാസീൻ മനപ്പാടില്ല. ഫാത്തിഹ എനിക്ക് നന്നായിട്ട് മനപ്പാടറിയാം. എന്താ കാരണം? യാസീൻ ഞാനിപ്പോ ഒരായത്ത് പറയാം. യാസീനിൽ നിന്ന് ഒരായത്ത് പറയാം. ഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന യദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. അങ്ങനെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതി വെക്കും. ആയത്ത് ഓതിട്ട് അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ഓതെന്ന് പറഞ്ഞാൽ നേരെ മുമ്പത്തെ ആയത്ത് ഓതിന്റെ ഓതാൻ കഴിയൂല. അത് അങ്ങനെ തുടങ്ങിയോ അല്ലേ? അപ്പൊ ശരിക്കും മനപ്പാടായിട്ടില്ല. അത് ഫാത്തിഹകൾ എന്നോട് ചോദിച്ചോളി. ഫാത്തിഹ എനിക്ക് മനപ്പാടാ. നിങ്ങൾ ഏതായത്ത് ചോദിച്ചാലും എന്റെ മുമ്പത്തെ ഞാൻ ഒത്തിരി. ഫാത്തിഹ ഏതായത്ത് ചോദിച്ചാലും മുമ്പത്തെ ഒത്തിരിക്കണം. അത്രയും മനപ്പാടാണ്. യാസീൻ അങ്ങനെ മനപ്പാടായില്ല. ഇപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മനപ്പാടാക്കി എന്ന് പറഞ്ഞാലേ എന്ത് മനപ്പാടോ? ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും പോകുന്ന മനപ്പാടാ. അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും പോകാൻ കഴിയുന്ന മനപ്പാട്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇൽമു പഠിക്കാൻ
മാലിക് ഇമാമിന്റെ ദർസിൽ ചേർത്ത് കിട്ടാൻ വേണ്ടി 2 കത്തും സംഘടിപ്പിച്ചിട്ടാണ് പോയത്. 500ഓളം കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടാ പോയത്. കാറിലല്ല, പ്ലെയിനിലല്ല, ട്രെയിനിലല്ല മുതഅല്ലിമീങ്ങളെ, ഇൽമു പഠിക്കാനാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോയത്. ആ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ ചെന്നിട്ട് മാലിക് ഇമാമിന്റെ ദർസിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി 2 കത്തൊന്ന് മാലിക് ഇമാമിനും ഒന്നവിടുത്തെ ഗവർണർക്കുമാണ്. ആ കത്ത് കൊണ്ടുപോയി കൊടുത്തു. അത് വലിയ നീണ്ട സംഭവമാണ്, ഇപ്പൊ പറയാൻ സമയം പോരാ. ആ കത്ത് കൊണ്ടുപോയി ഗവർണർക്ക് കൊടുത്തു. ഗവർണർ കത്ത് വായിച്ചു നോക്കുമ്പോൾ മാലിക് ഇമാമിന്റെ ദർസിൽ ചെറിയ കുട്ടിയെ ചേർത്ത് കൊടുക്കണമെന്നാണ് മക്കത്തെ ഗവർണറെ കത്ത്. ആ കത്ത് വായിച്ചിട്ട് ഗവർണർ പറഞ്ഞു, പടച്ച റബ്ബേ, മാലിക് ഇമാമിനൊന്ന് കണ്ടുകിട്ടാൻ തന്നെ വലിയ പ്രയാസാണ്, ഏതായിരുന്നാലും പോകാം എന്ന നിലക്ക് മാലിക് ഇമാമിന്റെ വീട്ടിന്റെ സമീപത്ത് നിന്ന് വാതിലിന് മുട്ടി. ചിരിക്കട്ടെ, അതാ ഒരു അടിമ സ്ത്രീ പുറത്തു വന്നു. അതാ വന്നതാരാണ്? ഗവർണറാണ്, മാലിക് ഇമാമിനെ കാണാനാണ്. ആ സമയത്ത് മഹാനായ മാലിക് ഇമാമിന്റെ അടിമ സ്ത്രീയുടെ മറുപടി, സാധാരണ പുറത്തു വരുന്നൊരു സമയമുണ്ട് ഉസ്താദ്, ആ സമയത്ത് പുറത്തു വരും, അതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ പ്രയാസാണ്, വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഗവർണറോടാ പറയുന്നത്, കാരണം ഇൽമിന്റെ ബഹുമാനം ലോകത്ത് വേറെ ഒരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അത് ഈ അടിമ സ്ത്രീക്കറിയാം. മക്കയിലെ ഗവർണറെ കത്തുണ്ട്, ഒരു കുട്ടിയെ മുതഅല്ലിമിനെ ദർസിൽ ചേർത്ത് കൊടുക്കാനാണ് എന്ന വിവരം പറഞ്ഞപ്പോ, 2ാമത് പോയ ആ വിവരം പറഞ്ഞപ്പോ അതാ മാലിക് ഇമാം പുറത്തേക്ക് വരുന്നു, നല്ല നീളക്കുപ്പായവും തലേക്കെട്ടും തടിയുമൊക്കെ ആയിട്ട്. മാലിക് ഇമാം പുറത്തു വരുന്നു. അടിമ സ്ത്രീ ആദ്യം കൊണ്ടുവന്നൊരു കസേര വെച്ചിരുന്ന കസേരമേലിരിക്കുന്നു. കത്ത് വാങ്ങി വായിച്ചു നോക്കുമ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയെക്കുറിച്ചും വിവരത്തെക്കുറിച്ചും ഈ കുട്ടിയുടെ മഹത്വത്തെക്കുറിച്ചും കത്തിൽ പറയുന്നുണ്ട്. ഈ കുട്ടിയെ ദർസ് ചേർത്ത് കൊടുക്കണമെന്നാണ് കത്തിലുള്ളത്. ആ കത്ത് വായിച്ചപ്പോ മഹാനായ മാലിക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുത്ലബു ബിൽ വസായിൽ. ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനുള്ള ആലിമീങ്ങൾ കുറഞ്ഞു പോയിട്ട് പടച്ച റബ്ബേ റെക്കമെൻഡ് ചെയ്തിട്ട് മുതഅല്ലിമീങ്ങളെ ചേർക്കുന്ന കാലം വന്നല്ലോ. സുബ്ഹാനല്ലാഹ്. മോനെ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, നാളെ മുതൽക്ക് നീ എന്റെ മുവത്ത എന്ന കിതാബ്, ഞാൻ രചിച്ച മുവത്ത എന്ന കിതാബ് ദർസിൽ നീ വന്നു ചേർന്നോ എന്ന് പറയുമ്പോ ശാഫിഈ ഇമാമിന്റെ മറുപടി, ഉസ്താദേ, അത് തീർത്തും മനപ്പാടമാക്കിയിട്ടാ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോന്നത്. മക്കയിൽ നിന്ന് ഞാൻ ഇങ്ങ് വന്നത് തന്നെ അത് മുഴുവനും മനപ്പാടമാക്കിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടിക്കാലത്ത് തന്നെ വല്ലാത്ത ബുദ്ധിയും വല്ലാത്ത അതേ മനപ്പാടമാക്കാനുള്ള ശക്തിയും കൊടുക്കപ്പെട്ടിട്ടുള്ള വലിയ മഹാനായ പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. പക്ഷേ ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, ഞാൻ മാലിക് ഇമാം തങ്ങൾ ആ കിതാബ് ഓതാൻ പറഞ്ഞപ്പോ മനപ്പാടമുള്ള കിതാബാണെങ്കിലും ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് തന്നെ ഓതാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ ദർസിൽ തന്നെ നിന്നു. സുബ്ഹാനല്ലാഹ്. അൽഫി ഒന്നും കൂടി അങ്ങ് മാറ്റി ഓതിക്കള മോനെ എന്ന് പറയുമ്പോ, എന്നാ ഞാൻ ഉസ്താദെ അസ്സലാമു അലൈക്കും, ഞാൻ വേറെ ദർസിലേക്ക് എന്ന് പറയുന്ന മുതഅല്ലിമീങ്ങളെ കാലമാണിത്. സുഹൃത്തുക്കളെ, മഹാനായ ശാഫിഈ ഇമാം തങ്ങൾ പറയാണ്, മനപ്പാടമുള്ള കിതാബാണെങ്കിലും ആവർത്തിച്ച് ഞാൻ ആ കിതാബ് അതേ ഉസ്താദിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് എത്രയോ ഇൽമു കൂടുതൽ കിട്ടി. ഇരിക്കട്ടെ, ആ ശാഫിഈ ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ മുദരിസാണ്. മാലിക് ഇമാം തങ്ങളോടാണ് വന്ന് ചോദിച്ചത്, ഔറത്തിന്റെ സ്ഥലത്ത് മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ആ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ വിരലൊട്ടിപ്പിടിച്ചു പോയി, എന്ത് ചെയ്യണം? മാലിക് ഇമാമിന്റെ കറാമത്തിന്റെ മറുപടി നോക്കൂ, നിങ്ങൾ പോയി അന്വേഷിക്കൂ, അവൾ കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ടോ, മയ്യിത്തിനെ വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കൂ, ഉണ്ടെങ്കിൽ 80 അടിയടിക്കൂ, കൈതെറിച്ചു വരും. സുബ്ഹാനല്ലാഹ്. പോയി ചോദിച്ചു നോക്കുമ്പോ ആ മയ്യിത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് പറയാണ്, ശരിയാണത്, ഞാൻ ഈ മയ്യിത്തിന്റെ ഔറത്തിന്റെ സ്ഥലം കഴുകുമ്പോ ഞാനങ്ങ് പറഞ്ഞു, ഇവൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സ്ഥലം കൊണ്ട് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ കൈയൊട്ടിപ്പിടിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. 80 അടി ആ പെണ്ണിനെ അടിക്കുന്നു, കയ്യിന്റെ വിരൽ തെറിച്ചു വരുന്നു. ഈ നിലക്ക് മസല പറയാൻ മാലിക് ഇമാമിനല്ലാതെ
കഴിയുമോ? ആ മഹാനായ മാലിക് ഇമാം തങ്ങളോടാണ് മദീനത്തെ ഗവർണറെ ചോദ്യം. അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദു അം അസ്തഖ്ബിലു റസൂലല്ലാഹ്. ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞു ദുആരക്കണോ അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു ദുആരക്കണോ? സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാലിക് ഇമാമിന്റെ മറുപടി മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫയിൽ രേഖപ്പെടുത്തുകയാണ്. ഫലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് നബി തങ്ങളെ തൊട്ട് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദം നബി അലൈഹിസ്സലാം നിങ്ങൾ ഉപ്പാപ്പ ആദം നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിലേക്ക് ഇടയാളനല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാൽ ബലിസ്തഖ്ബിൽഹു, നബിയിലേക്ക് തന്നെ മുഖം തിരിച്ചു നിങ്ങൾ ദുആ ചെയ്തോ. വസ്തശ്ഫി ബിഹി, എന്നിട്ട് നബിയോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ, റെക്കമെൻഡ് തേടിക്കോ. കാരണം ഖദ് ഖാല തആല, ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇമാം ഖുർആൻ തെളിവ് പറയാണ്. വലൗ അന്നഹും യളമു അൻഫസഹും ജാഊക ലായ, അതേ വല്ല തെറ്റും ചെയ്തു പോയവരുണ്ടെങ്കിൽ അവർ തങ്ങളെ സമീപത്ത് വന്നിട്ട് അവരതാ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും പുറമെ നബിയെ തങ്ങളോട് അവരെ ദോഷം ചെയ്തു പോയ വകയിൽ സങ്കടം പറയുകയും എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹ് ദോഷം പൊറുത്തു കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ച ഒരായത്തുണ്ട്. ആ ആയത്ത് അത് ഓതി കൊടുക്കുകയാണ് മാലിക് ഇമാം. അതുകൊണ്ട് നബിതങ്ങൾ വസീലയാണ്. നബിതങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ. അതിന് ഖുർആൻ തെളിവാണ് ഗവർണറെ. സുഹൃത്തുക്കളെ, ഖുർആൻ അറിയുന്നത് ഇമാമിങ്ങൾക്കാണ്. ആ ഇമാമിങ്ങൾ ഖുർആൻ ഓതിയിട്ട് നബിതങ്ങളോട് ശഫാഅത്ത് തേടാൻ പറയുകയാണ്. അവിടുത്തെ ഖബറിന്റെ സമീപത്ത് പോയി അതപോടെ നിൽക്കാൻ പറയുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങൾ അസ്സഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഅഹുൽ ലനാ ഇൻവായാ സയ്യിദി ഖൈറൻ നബി تلك الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. നബി തങ്ങളോട് ശഫാഅത്ത് തേടുന്നത് ഖുർആനിൽ തെളിവുണ്ടെന്ന് ചില്ലറക്കാരൻ പറഞ്ഞതല്ല. ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ശാഫി ഇമാമിന്റെ ഉസ്താദ് മാലിക് ഇമാം തങ്ങൾ പറഞ്ഞതാണ്. തെളിവ് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ആ മാലിക് ഇമാമിനേക്കാൾ ഖുർആൻ തിരിയുന്ന, ഖുർആൻ അറിയുന്ന ഏത് പണ്ഡിതനാണ് ഇന്നുള്ളത് സുഹൃത്തുക്കളെ? ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു മഹാന്മാരെ മഖ്ബറകൾക്ക് മഹത്വം നൽകി. ഏറ്റവും വലിയ മഹത്വമുള്ള മഖ്ബറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഖ്ബറയാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം ബാബു ഫദ്ലി മാ ബൈനൽ ഖബ്രി വൽ മിംബരി, ബാബു ഫദ്ലി മാ ബൈനൽ ഖബ്രി വൽ മിംബരി. നബിതങ്ങളുടെ മിമ്പറിന്റെയും നബിതങ്ങളെ ഖബറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം, നബിതങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന് വലിയ ബഹുമാനമാണ്. അത് സ്വർഗത്തോട്ടമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദീർഘിച്ച സമയം പറയാൻ കഴിയില്ല, ബസ്സൊക്കെ പുറപ്പെടുകയാണ്. എനിക്ക് അപ്പോൾ ഇപ്പൊ പുറപ്പെടും, പിന്നെ പ്ലെയിന് പുറപ്പെടും. അതുകൊണ്ട് വീട്ടിൽ പറയുന്നില്ല. നീണ്ട വയൽ കേട്ടവർക്ക് എല്ലാ വിഷയത്തിലും സീഡി, ആയിരക്കണക്കിന് സീഡി വാങ്ങിയിട്ട് നല്ല സൗകര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കേൾക്കാം. അഖീദ വിശ്വാസപരമായ വിഷയങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞ
സീഡിയുണ്ട് അല്ലാഹു അലി ഇസ്ലാം എന്ന് അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിന്നാസ്, സിഹ്ർ, ശൈത്താൻ, മാരണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിന്നാസ് 2 ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. അതുപോലെ എല്ലാ വിഷയത്തിലും സൂറത്ത് യാസീൻ 7 ദിവസം, സൂറത്തുൽ ലുഖ്മാൻ 12 ദിവസം, സൂറത്തുൽ റഹ്മാൻ 7 ദിവസം, അർശിന്റെ തണലിൽ കിട്ടുന്ന 7 ആളുകൾ 7 ദിവസം, സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്ന് 7 ദിവസം, സൂറത്തുൽ ഫുർഖാനിൽ നിന്ന് 7 ദിവസം, സബീഹ് സൂറത്ത് 3 ദിവസം, അൽഹാഖുമു തകാസുർ 3 ദിവസം, ഇങ്ങനെ പല സൂറത്തുകളും വിവരിച്ച് പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട്. കിട്ടുമ്പോൾ എല്ലാം വാങ്ങി കേട്ടോളി. വിവാഹം അത് മാത്രം 5 ദിവസം, വിവാഹത്തെ കുറിച്ച് മാത്രം. കാരണം ഈ എത്ര കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ. പഠിച്ചവനെ അല്ലാഹുവേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷം നൽകട്ടെ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾ അറിവില്ലാത്തതുകൊണ്ട് എന്തെല്ലാം തകരാറിലാ പോയി വീഴുന്നത്, എന്തൊക്കെ വിഷമങ്ങളാ. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് പെൺകുട്ടിക്ക് സുഖമില്ല. എന്താ സംഗതി? സംഗതി നോക്കുമ്പോ എല്ലാ സ്ഥലത്തും അല്ലോ കേട്ടോ. ചിലപ്പോ ഈ ഭർത്താവിന്റെ ഉമ്മാന്റെ ശല്യം സഹിക്കാൻ കഴിയാറ്റ. ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭർത്താവിന്റെ ഉമ്മാന്റെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല, പെൺകുട്ടി കരിയാണ്. അങ്ങനെ ചില സ്ഥലത്ത് നേരെ തിരിച്ചുണ്ട് കേട്ടോ. മകന്റെ ഭാര്യന്റെ ശല്യം സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ട്. എല്ലാം ഉണ്ട്. എന്തെന്നാ ഇല്ലാത്ത? ഒരു ദിവസം ചോദിച്ചു, ചെറുപ്പക്കാരൻ എനിക്ക് കത്തയച്ചില്ലേ എന്റെ ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണോ? നിങ്ങൾ ചിരിക്കെ കരയാൻ വേണ്ടി എനിക്ക് കത്തയച്ചതാ, എന്റെ ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണോ? എനിക്ക് വല്ല സങ്കടമായി പോയി. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എഴുതാൻ പാടില്ല. ഈ ഉമ്മ ചെയ്ത കുറേ ദ്രോഹങ്ങൾ എഴുതുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ, എന്നാലും എഴുതാൻ പാടില്ലല്ലോ. എന്റെ ഉമ്മ നന്നാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞുകൂടെ? അവന് നശിക്കാനാ മരിക്കാനാ ദ്വാരക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരൊക്കെ ശപിക്കല നമ്മളെ പണി. എല്ലാവരും നശിക്കാൻ ദ്വാരക്കല നമ്മളെ പണി. നശിക്കാൻ ദ്വാരക്കാൻ പാടില്ല. എല്ലാവരും നന്നാൻ ദ്വാരക്കുക. ഏത് മനുഷ്യൻ നന്നാൻ ദ്വാരക്കുക. നന്നായാലും നമുക്ക് എന്ത് തരാറ് വരുന്നത്? എല്ലാവരും നന്നായിട്ട്. ഈ എത്ര മോശമുള്ളവർ നന്നായിട്ട്. ഞാൻ ഒരിക്കലും എന്റെ നാട്ടിന്റെ അടുത്ത് നാദാ വരുന്ന വേദം അറിയാം, സക്കാത്ത് കൊടുക്കണം, പലിശ വാങ്ങരുതെന്ന വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചട്ടി തൊപ്പിയും വെച്ചിട്ട് കുറെ MSP കാരിങ്ങനെ ഉണ്ട്. ടൗണാണ്, ഒരുപാട് MSP കാരുണ്ട്. ഒരു ചങ്ങായി ഓടിങ്ങ് വന്ന് എന്റെ മൈക്ക് വിളിക്കാന്. അപ്പോഴേക്ക് ജനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ആൾക്കാർ വന്ന് ഇവനെ പിടിച്ച് അടിക്കാൻ നോക്കാണ്, പോലീസുകാർ അടിക്കാൻ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യരുത്, വിവരമില്ലാത്തതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന്. ഞാൻ ഇതായിരുന്നു. ഞാൻ എന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടി കയറി പോകുമ്പോൾ എന്റെ ഒരു സ്നേഹിതണ്ട്, അബൂക്കർ ഫൈസി എന്ന് പറയും, ചായക്കൊടിക്കാരനാ. അയാൾ എന്നോട് ഉസ്താദെ നിങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നോ പറഞ്ഞില്ലേ, പുറത്തു കൊടുക്കട്ടെ എന്നോ പറഞ്ഞ് പോലീസുകാർ പുറത്താന്നെല്ലാം കൊടുത്തു തന്നെ എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തു കൊടുക്കട്ടെ എന്നെ പറഞ്ഞത്. അൽഹംദുലില്ലാ കുറെ കാലം കഴിഞ്ഞ്, കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായിൽ ആ കുഞ്ഞമ്മദായിന്റെ ഓഫീസിൽ ഇരിക്കും വേണ്ടി ഇതേ പോക്കർ പൈസ അവിടെ പൈസ വന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഉസ്താദെ ഒരാളുണ്ട് താഴെ ഞങ്ങളെ കൊണ്ട് പൊരുത്തപ്പടിക്കാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അയാളുടെ മുമ്പ് മൈക്ക് വലിക്കാൻ വന്ന ആളാണ്. അയാളെ ഇവര് അയാൾ നിങ്ങൾക്കൊണ്ട് പൊരുത്തപ്പടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു ഞമ്മക്ക് വണ്ടിന്റെ പൊരുത്തല്ലേ, പറഞ്ഞോലിക്ക് എല്ലാം പൊരുത്തം, ഇനി പറയുന്നവർക്കും പൊരുത്തം, എല്ലാവർക്കും പൊരുത്തം. ഞമ്മക്ക് എന്താ കൊണ്ട് തരാറ്? അങ്ങനെയാ മനുഷ്യന്മാർ വേണ്ടത്. എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം, ആരും മനസ്സിൽ വെച്ചു കൂടരുത്. ആരെന്ത് പറഞ്ഞാലും പൊരുത്തപ്പെട്ടു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത്. അങ്ങനല്ലേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ഇൻ ഖദർതാൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഖിസ്സുൽ ലിഅദിൻ ഫഫൽ. മോനെ അനസേ, ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ? നീ അങ്ങനെ ജീവിച്ചോ അനസേ. വദാലിക മിൻ സുന്നതി, എന്റെ ജീവിതചര്യയിൽപ്പെട്ടതാണത്. എന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നോട് ഇങ്ങോട്ട് എന്ത് ചെയ്താലും അങ്ങോട്ടൊന്നും ചെയ്യലില്ല, വിദ്വേഷം വെക്കലില്ല. അതെന്റെ ജീവിതചര്യയിൽപ്പെട്ടതാണ് അനസേ. അതുകൊണ്ട് മോനെ അനസേ, നീയും അങ്ങനെ ആയിക്കോ. അതേ എന്തേ കാരണം? ഫമൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ നടപടിക്രമങ്ങളെ, എന്റെ സുന്നത്തിനെ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനോടും മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെക്കാൻ പാടില്ല മോനെ. അങ്ങനെ നീ ജീവിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. ഇയാദ് റളിയല്ലാഹു അൻഹു സിഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പൊരുത്തപ്പെട്ടു കൊടുത്തു. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല ഉസ്താദെ, ഞാനൊന്നും അറിയില്ല, നിങ്ങളെ അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ പെർക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു കൂട്ടർ വന്നിട്ട് ഒരു 10,000 റുപ്യ വന്ന് എനിക്ക് എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് അയാൾ ചീത്ത പറയുന്നത് ഇപ്പൊ പോയിട്ട് നിർത്തിക്കണോന്ന്. ഞാൻ അങ്ങനെ കമ്പനി ആക്കിയിട്ട് ഞാൻ വന്നതാണ്. കമ്പനി ആക്കിയതിന്റെ മാന എനിക്ക് ഇപ്പോ മനസ്സിലായില്ല.
കമ്പനി ആക്കിയിട്ട് ഞങ്ങൾ വന്നതാ, പൊരുത്തപ്പെടുന്നു സാർ, ഞാനൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊക്കെ പൊരുത്തം, അൽഹംദുലില്ലാ. പിന്നെ അയാളെ വീട്ടിലേക്ക് ചെറുക്കൊക്കെ ഞാൻ പോവുകയൊക്കെ ചെയ്തു. അല്ലാഹു അയാൾ നമ്മളെല്ലാം നന്നാകട്ടെ. ഞാൻ പറഞ്ഞു ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. നമുക്കൊരു തകരാറുണ്ട്, നമുക്ക് ഒരുത്തനോട് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ ഓന്റെ കുറ്റവും കുറവും പറയൂ, മോശ. കാരണം ആ വെറുപ്പുള്ള എനിക്ക് നമ്മളെ സൽക്കർമ്മം തീർത്തു പോവുക. അതുകൊണ്ട് ആ മഹാന്മാരായ ആരിഫീകളുടെ കൂട്ടത്തിൽ ഒരു വലിയ പറഞ്ഞു, എന്താ പറഞ്ഞു അറിയോ, ഞാനൊരൊറ്റ മനുഷ്യന്റെ ഗീബത്ത് പറയില്ല. അഥവാ ഞാൻ ഗീബത്ത് പറയുകയാണെങ്കിൽ കുറ്റം പറയാണെങ്കിൽ ഉമ്മാന്റെ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉമ്മാന്റെ ഗീബത്തില്ലേ? എന്നാ എന്റെ നിസ്കാരം പോലെ ഉമ്മാക്കല്ലേ കിട്ടും, പുറത്തു പോയി പോവില്ലല്ലോ. അയാൾ പറയൊന്നുമില്ല കേട്ടോ, പറയുന്ന ആളല്ല. പക്ഷേ മൂപ്പരതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നാ. എന്നാ എന്റെ ഉമ്മാക്കല്ലേ കിട്ടും, പുറത്തു പോകില്ലല്ലോ. നമ്മൾ കൂടുതൽ ആരോടാണോ വെറുപ്പ്, ഓന്റെ കുറ്റവും കൂടെ നമ്മൾ പറയാ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളെ നിസ്കാരം നമുക്ക് അയക്ക് പോവാണ്, എന്നിട്ട് അയാളെ കുറ്റമൊക്കെ നമ്മൾ വേറുകയാണ്. അപ്പൊ ചിലർക്ക് വലിയ വരുമാനം ഉണ്ടാവും. നമ്മളിപ്പോ ഒരാൾ നമ്മളെ കുറ്റക്കുറവ് പറഞ്ഞു കിട്ടിയാൽ നമുക്ക് വലിയ വരുമാനമാണ്, ചെറിയ വരുമാനമൊന്നല്ല. നമുക്കിങ്ങനെ നേരെ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നിപ്പോ ഞാൻ നിസ്കരിച്ചു 100 അസംസ്കരി ജമ്മാക്കിയിട്ടാ, ഇഷാവുമാര് ജമ്മാക്കിയിട്ടാ. നമുക്ക് കൂടുതൽ സുന്നസ്കരിക്കാൻ നേരം ഉണ്ടാവും, കാരണം തിരക്കിലുള്ള ഓട്ടയല്ലേ. അപ്പം കുറെ വരുമാനം പുറത്തുനിന്ന് കിട്ടിയാൽ വളരെ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരാൾ പൊരുത്തപ്പെട്ടു എന്ന് കണ്ടാൽ പോലും പറഞ്ഞേക്കാം, നമ്മൾ ഒരാൾ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തുറയിൽ ഹറാമാ. കാരണം പൊരുത്തപ്പെടുക എന്നുള്ളത് അവനവൻ ചെയ്യുന്ന കാര്യമാണ്. പൊരുത്തപ്പെട്ടോണ്ട് ഹറാമ ഒഴിവാവൂല. ഒരാൾ കട്ടുവന് മറ്റോ പൊരുത്തപ്പെട്ടു കൊണ്ട് കക്കലെ ഹലാലാവോ? അത് ഹലാലാവില്ല. കക്ക എന്നുള്ള തെറ്റ്, അത് തെറ്റ് തന്നെയാണ്. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ തൊപ്പി കെട്ട ഒരാള്, അല്ല നവവി ഇമാം റളിയല്ലാഹുവിന്റെ തൊപ്പി കെട്ടിട്ട് എത്ര ഓടിക്കളഞ്ഞു. നവവി ഇമാം റളിയല്ലാഹു ചിന്തിച്ചത് എന്താണെന്നറിയോ? എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല, അവൻ നരകത്ത് കിടക്കുമല്ലോ എന്നാ. പടച്ചോനോ നരകത്ത് അവനെങ്ങനെ രക്ഷപ്പെടുത്തുക? എന്റെ തൊപ്പി കെട്ടവനെങ്ങനെ? നമ്മളാണ് എന്താ ചെയ്യാ? നമ്മളാണ് പടച്ചോനോന്റെ കാല് വെച്ച് വീണ്ടുണ്ട് സിറാജുദ്ദീനിലേക്ക് എന്തും കൊടുക്കാനാണ് ചിലപ്പോ നേർച്ചയാക്കല്. അങ്ങനെ പറ്റൂല. വിദ്വേഷിൽ അതാ മഹാന്മാര്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ചില്ലറക്കാരല്ല, അവരെ മനസ്സാ. എന്താണ് അവരെ മനസ്സ്? ഇമാം റളിയല്ലാഹു അൻഹു തൊപ്പിയും കട്ട് പോകുന്നവര്, ആ പോകുന്നവരെ പറ്റി ആലോചിക്കുന്ന നരകത്ത് കിടക്കുന്ന രക്ഷപ്പെടുത്താൻ എന്റെ പണിയുന്ന. അപ്പൊ ഇമാം റളിയല്ലാഹു എന്ത് ചെയ്തു? അയാൾക്ക് പൊരുത്തപ്പെട്ടു, തൊപ്പി പൊരുത്തപ്പെട്ടു. പക്ഷെ പൊരുത്തപ്പെട്ടിട്ട് മൂപ്പര് ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അവൻ അറിയില്ലല്ലോ, അപ്പൊ അത് ഉപയോഗിക്കൽ ഹറാം എന്നല്ലേ? പൊരുത്തപ്പെട്ട വിവരം അറിഞ്ഞാലല്ലേ ഹലാലാവുള്ളൂ. അപ്പൊ അവനെ ഉപയോഗിക്കൽ ഹറാം എന്നല്ലേ? അതുകൊണ്ട് അവനോട് വിവരം പറയാൻ വിചാരിച്ചു. മാലിക് ഇമാം പിന്നാലെ പോവാ. എന്തിന്? പൊരുത്തപ്പെട്ടു എന്ന് പറയാനേ. പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ കള്ളന്റെ പിന്നാലെ പോവാ. പോയി കള്ളന്റെ സമീപത്തങ്ങ് എത്തിയപ്പോ കള്ളനുണ്ട്, ബേക്കുന്ന ഒരാൾ വരുന്നത് കാണുന്നത്. അപ്പൊ നമുക്ക് ഉടമസ്ഥനല്ലേ വരുന്നത്. കള്ളൻ സ്പീഡ് വിട്ട് ഓടാൻ തുടങ്ങി. പിന്നെ നബി ഇമാം ഹുസൈന്റെ കൂടെ ഓടാനൊന്നും പോയ ആളല്ല. അപ്പൊ നബി ഇമാം റളിയല്ലാഹു അൻഹു നീ ഓടിയാത്തൂലാൻ തോന്നി. അപ്പൊ നബി ഇമാം ഉറക്കെ വിളിച്ചു, മോനെ ഞാൻ പൊരുത്തപ്പെട്ടു. ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ. മഹാന്മാരെ മനസ്സാണത്, ഇമാമിങ്ങളെ മനസ്സാണത്, ഔലിയാക്കളെ മനസ്സാണത്. അവര് മറ്റൊരാളെ കുറ്റം പറയാനില്ലെന്ന് മാത്രമല്ല, അവരെ ദ്രോഹിച്ചവരോട് പോലും അവരെ മനസ്സിൽ സഹതാപമാണ്. അവരൊന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയാണ്. പടച്ചറബേ, ആ മഹാന്മാരെ സ്വഭാവവും ചിന്തയും ഞങ്ങൾക്ക് നീ ഓശാരം തരണേ അല്ലാ. അവർക്ക് നീ ദുആക്ക് ഉത്തരം നൽകിയതുപോലെ ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ. അവരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവര് മഹാന്മാരാണ്, പക്ഷേ ദീനിന്റെ ഒരു വിഷയം വന്നാൽ അവരതാ സിംഹക്കുട്ടികളാണ്. മതത്തിന്റെ ഒരു വിഷയം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തിപരമായ വിഷയം വരുമ്പോ അവര് പൂർണ്ണമായി അതാ എല്ലാവർക്കും പൊരുത്തപ്പെടും. പക്ഷേ മതത്തിന്റെ ഒരു വിഷയം വരുമ്പോ അപ്പുറത്തിരിക്കുന്നവൻ ആരാണെന്ന് നോക്കൂല. അവര് ഹക്ക് തുറന്നങ്ങ് പറയും. അതല്ലേ നബി ഇമാം തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് ഭരണാധികാരി വന്നു ദർസ് നടത്തുന്ന മദ്രസയിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. ഭരണാധികാരിയാ പറയുന്നത്, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട ഇവിടത്തേക്കുള്ള കിതാബ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റൂല. നബി ഇമാം പറഞ്ഞു സമ്മതിക്കൂല. ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട ഈ കിതാബ് അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സമ്മതിക്കൂല. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ഹഖ് പറഞ്ഞപ്പോ ഭരണാധികാരിക്ക് ദേഷ്യം പിടിച്ചു. നബി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചൊന്ന് കൊടുക്കണമെന്ന് തോന്നി. നബി ഇമാമിന്റെ ഭാഗത്തേക്ക് ഭരണാധികാരി കാലെടുത്ത് വെച്ചങ്ങ് നീങ്ങുമ്പോ പിന്നെ കണ്ടത് ഭരണാധികാരി ഇറങ്ങിയ ഒരു ഓട്ടമാണ്. ഓടുന്നു
ഓടിയിട്ട് നേരെ ചെന്നത് ഓഫീസിലേക്കാണ്. ഓഫീസിൽ ചെന്നിട്ട് പറയുന്നു, ആ പണ്ഡിതൻ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കണ്ട, ശമ്പളം കൊടുക്കണ്ട, എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ മാനേജർ പറയാണ്, അതോ ആരാണ് പണ്ഡിതൻ? ഇമാം നബവിയാണ്. എന്നാൽ രാജാവേ, ഇന്ന് വരെ അദ്ദേഹം നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഏത് ദിവസവും പകല് നോമ്പാണ്, രാത്രിയിൽ നീണ്ട നിസ്കാരമാണ്, ഇൽമിനുള്ള ഖിദ്മത്താണ്. ബാപ്പ കൊണ്ട കൊടുക്കുന്ന കാരക്കയും വെള്ളവും ചെറിയ ലഘുഭക്ഷണവുമല്ലാതെ അത്താഴത്തിനും കഴിക്കാറില്ല. അതേ, നോമ്പ് മുറിക്കുമ്പോഴും കഴിക്കാറില്ല. നമ്മളെ ഭക്ഷണം ഇന്ന് വരെ അവിടുന്ന് എടുത്തിട്ടില്ല, ശമ്പളം പറ്റിയിട്ടില്ല. ദീനിന്റെ ഇൽമിങ്ങനെ പ്രചരിപ്പിക്കലാണ് ഡ്യൂട്ടി. അത് സ്വന്തം തന്നെ ചെയ്യുന്ന കാര്യമാണ്. അത് പറഞ്ഞപ്പോഴാ ഭരണാധികാരി പറഞ്ഞത്, എന്നാൽ അത് തന്നെയല്ലേ ഞാനെ കണ്ട സിംഹം? ഏത് സിംഹം? ഇമാം റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ വേണ്ടി കാലെടുത്ത് വെച്ചതായിരുന്നു ഭരണാധികാരി. പിന്നെ ഇറങ്ങി ഓടിയത് എന്തുകൊണ്ടാണ്? ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ സ്പെഷ്യൽ സെക്യൂരിറ്റിയാണ്. ഒരു വലിയ സിംഹം ഇമാമിന്റെ സമീപത്ത് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഭരണാധികാരി ഓഫീസിലേക്ക് ഓടിപ്പോയത്. സുബ്ഹാനല്ലാഹ്, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. എന്നൂടേകൾ ഉടയവൻ തന്റേകൾ അകൂത് ഞാൻ ചൊൽകിൽ അകുമ്മരെന്നോവർ. ഔലിയാക്കളെ കൂട്ടത്തിലെ ചില മഹാന്മാർ അവരൊരു വിഷയം വേണമെന്നെങ്കിൽ ചിന്തിച്ചാൽ അള്ള കൊടുക്കൽ തന്നെ. അവര് ചിന്തിച്ചില്ലെങ്കിലും അല്ലാഹു തആല അവരെ ബഹുമാനിച്ച് കൊടുക്കൽ തന്നെ. സുഹൃത്തുക്കളെ, അതിൽപ്പെട്ട ഒരു മഹാനാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് എങ്കിൽ ആഫിയ ഇൽമിനെ എത്തിത്തരണം റഹ്മാനെ. നിങ്ങളുടെ സദസ്സുകൾ ദുആക്ക് ഉത്തരമുള്ളതാക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അങ്ങനെ മഹാന്മാര് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുറ്റം പറഞ്ഞുള്ള വിവരം വേറൊരാൾ വെച്ച് പറഞ്ഞു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അറിയോ? ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ച് എന്റെ ഒരാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഈ ഈത്തപ്പഴം എന്നെ കുറ്റം പറയുന്ന ആൾക്ക് കൊണ്ട കൊടുക്കണം, എന്നെ കുറ്റം പറയുന്ന ആൾക്ക് കൊണ്ട കൊടുക്കണം. അപ്പൊ ഈത്തപ്പഴം എന്ത് പറയണോ? നീ പറയണോ, ആഖിറത്തിലേക്ക് അയാൾ സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പത്തുകൾ എന്റെ അക്കൗണ്ടിൽ അയാൾ ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ദുനിയാവിലേക്ക് ഞാൻ സമ്പാദിച്ചു വെച്ച എന്തെങ്കിലും ഒരു ഹദിയ എന്റെ വകയിൽ അങ്ങോട്ടും കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഈത്തപ്പഴം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചെയ്തതാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒരിക്കലും തന്നെ അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുത്. ഒരൊറ്റ മനുഷ്യന്റെ ഗീബത്ത് പറയരുത്. ഒരാളെയും ജീവിതത്തിൽ ശല്യം ചെയ്യരുത്. നാവ് കൊണ്ട് ശല്യം പാടില്ല, അതേ മനസ്സുകൊണ്ട് പാടില്ല, കൈകൊണ്ട് പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ നിങ്ങളെ വീട്ടിലെത്തുമ്പോ നിങ്ങളെ പെൺകുട്ടികളെ കൈപിടിച്ചിട്ട് നിങ്ങളൊരു നല്ല വാക്ക് പറയൂ. മോളെ, നീ എന്റെ മോള് തന്നെയാണ്, എന്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ്. അങ്ങനല്ലേ? സംശയമുണ്ട് നിങ്ങൾക്ക്? സ്വന്തം ബാപ്പാനെ പെൺകുട്ടിയൊക്കെ തൊടാം, എന്റെ മകളക്ക് എന്നെ തൊടാം. ഇതേപോലെ തന്നെ എന്റെ മകളെ ഭർത്താവിന്റെ ബാപ്പാനെയും തൊടാം. അതെന്താ ഈ സ്വന്തം ബാപ്പാന്റെ സ്ഥാനത്തിനെ മകളെ അല്ലേ? മകന്റെ ഭാര്യനെ തൊടാനും കാണാനും പറ്റും. എന്താ ബാപ്പിയായി പോയി, വിവാഹം കഴിക്കുന്നതോടൊരു ബാപ്പിയായി പോയി. അതേപോലെ തന്നെ ഉമ്മയായില്ലേ? പക്ഷെ പിന്നെ ഉമ്മയായത് നമ്മൾ തൊടലി വിഷയമില്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ഉമ്മയായി, ഭർത്താവിന്റെ ഉമ്മയായി, ഭർത്താവിന്റെ ബാപ്പ ബാപ്പിയായി. അപ്പൊ ഉമ്മ പറയണം, മോളെ നിന്റെ ഉമ്മയാണ് ഞാൻ, നീ ഒന്നും പേടിക്കണ്ട, എന്ത് വിഷയമുണ്ട് എന്നോട് പറയാം, ഞാൻ പരിഹരിച്ചു. മോളെ സ്വന്തം പുര പോലെയാണ്, എന്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ, എന്റെ സ്വന്തം മോളെ പോലെയാണ് മോള്, ഒരു പേടി മോള് പേടിക്കണ്ട. പിന്നെ എന്റെ മോനുണ്ടല്ലോ, എന്റെ മോനിന്റെ ഭർത്താവ്, മോൻ എന്തെങ്കിലും വേണ്ടാത്തത് പറയോ, വേണ്ടാത്തത് ചെയ്യോ ചെയ്താൽ എന്നോട് പറഞ്ഞു, ഞാൻ ശരിയായി തരുവനെ, എനിക്കറിഞ്ഞൂടെ അവനെ, ഞാൻ പോറ്റിയതല്ല അവനെ, നീ ഒരു പേടി പേടിക്കണ്ട. നല്ല രണ്ട് വാക്ക് ഈ ഉമ്മ പറഞ്ഞാൽ ആ പെൺകുട്ടിന്റെ മനസ്സിന്റെ സമാധാനം എത്രയാ. ആ പെൺകുട്ടിക്ക് എത്ര സന്തോഷമായി പോയി.
ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിന്റെ റൂമിലേക്ക് രാത്രി കയറി വരും. ഭർത്താവിന്റെ മുമ്പിൽ കിട്ടുന്ന റിപ്പോർട്ട് എന്താണ്? ഉമ്മാന്റെ നല്ല സ്വഭാവം, ഉമ്മാന്റെ നല്ല സ്വഭാവം ഭാര്യയോട്. അപ്പൊ ഈ ആൺമക്കൾക്ക് ഈ ഉമ്മാനോട് എന്തൊരു സ്നേഹമാണ്. ഉമ്മമാരെ, നിങ്ങളെ ആൺമക്കളെ സ്നേഹം നിങ്ങൾ സമ്പാദിക്കണം. അതിനാ ഞാനിത് പറയുന്നത്. നിങ്ങളെ ആൺമക്കൾക്ക് നിങ്ങളോട് എന്തൊരു സ്നേഹമാണ്. അവരെ ഭാര്യമാരോട് നിങ്ങൾ നല്ല പെരുമാറ്റം പെരുമാറിയാൽ എന്തൊരു സ്നേഹമാണ്. നിങ്ങളെ മക്കൾക്ക് എന്തൊരു മനസ്സമാധാനമാണ്. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, കാലം കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളെ വസ്ത്രം അലക്കാൻ കഴിയാത്ത വാർദ്ധക്യകാലം, നിങ്ങൾ സ്വന്തം ഭക്ഷണം പാകം ചെയ്യാത്ത വാർദ്ധക്യകാലം, ആ കാലം വരുന്ന സമയത്ത് ഈ പെൺകുട്ടികളാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത്, അവരാണ് വസ്ത്രമലക്കി തരേണ്ടത്, നിങ്ങൾക്ക് ശുശ്രൂഷക്ക് നിങ്ങളെ മക്കളെ ഭാര്യമാരാണ്. ആ സമയത്ത് പെൺകുട്ടിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ സ്നേഹിച്ച ഉമ്മയാണ്, എന്നെ തലോടിയ ഉമ്മയാണ്, എനിക്ക് എന്റെ സ്വന്തം ഉമ്മയെ പോലെ ഇങ്ങോട്ട് പെരുമാറിയതാണ്. അതുകൊണ്ട് ആ ഉമ്മാക്ക് പ്രായമാകുന്ന സമയത്ത് എന്റെ സ്വന്തം ഉമ്മാനെ നോക്കുന്നതിനേക്കാൾ എന്റെ ഭർത്താവിന്റെ ഉമ്മാക്ക് ഞാൻ ഖിദ്മത്തെടുക്കുമെന്ന ചിന്ത ഈ പെൺകുട്ടിയുടെ മനസ്സിൽ വളർന്നു വന്നില്ലേ? അത് നിങ്ങൾക്ക് പിൽക്കാലത്ത് ഉപകരിച്ചില്ലേ? നേരെ മറിച്ചാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ. നേരെ മറിച്ചാണെങ്കിലോ, ചില പെണ്ണുങ്ങള് മകൻ കല്യാണം കഴിച്ചുകൊണ്ടോന്ന് ശേഷം പിന്നെ ഉമ്മാന്റെ പകയിലൊരു കമന്റ്, എന്തടാ നീ ഒന്ന് കെട്ടിക്കൊണ്ടോന്നായത്, ഒന്ന് നോക്കിയില്ല നീ, ഒരു ഭംഗിയില്ലാത്തൊരു പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവളെന്തിനാ നോക്കുന്നത്? ഉമ്മാക്ക് എന്താ നോക്കേണ്ട ആവശ്യം? ഉമ്മാക്ക് ആസ്വദിക്കാനാ ഭാര്യ അല്ലെ ഭർത്താവിനെ ആസ്വദിക്കാൻ? ഭർത്താവല്ലേ ഭംഗിയുണ്ടോ ഇല്ലേ നോക്കണ്ട, ഉമ്മ എന്തിനാ നോക്കുന്നത്? ഭംഗി എന്ന് പറയുന്ന സംഗതി തന്നെ വേറൊരു സംഗതിയല്ലേ. ഇപ്പൊ പറയാൻ നേരമില്ല, ആഫിയത്തുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഭംഗി രുചി എന്നൊക്കെ വന്ന് വേറൊരു വിഷയ. ഒരുത്തന് രുചിയുള്ള വേറൊത്തിന് രുചിയാവൂല. അതുകൊണ്ടല്ലേ ഒരുത്തന് മീനിന്റെ കറിയായിട്ടും, മറ്റൊന്ന് ഇറച്ചിക്കറിയായിട്ടും, വേറൊത്തിന് പച്ചക്കറിയായിട്ടും, ഒരുത്തനിക്ക് ഗോതമ്പത്തിന്റെ കഞ്ഞിയായിട്ടും, ഒരുത്തനിക്ക് അരിയുടെ കഞ്ഞിയായിട്ടും, വേറൊരു ചങ്ങാരിക്ക് സുബ്ഹാനല്ലാഹ് ചപ്പാത്തി ആയിട്ടും, മറ്റൊന്ന് പൊറാട്ട ഇഷ്ടം, വേറൊരുത്തനിക്ക് ദോശയായിട്ടും. എന്താ കാരണം? രുചി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രുചിയാ. അല്ലെങ്കിൽ ഹോട്ടലിൽ ഒറ്റ സാധനം എല്ലാണ്ട് ഉണ്ടാക്കണം. രുചി അങ്ങനെ മനസ്സിലായി. രുചി എന്ന് പറയുന്നത് പ്രത്യേകം പഠിക്കേണ്ട ദിവസം രുചി എന്ന് പറയും. മോനെ, പഞ്ചസാരന്റെ രുചി എന്താ? മധുരോ? ഉറപ്പാ? പഞ്ചസാരക്ക് മധുരം ഉണ്ടോ? ഞാൻ ഒരു 100 ഗ്രാം പഞ്ചസാര വാങ്ങിയിട്ട് കയ്യിലിട്ടിട്ട് 1 മണിക്കൂർ പിടിക്കും. മധുരക്കൊന്ന് നോക്കുമ്പോൾ 100 ഗ്രാം പഞ്ചസാര കയ്യിലിട്ട് ഇങ്ങനെ പിടിക്കുക, മധുരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മധുരക്കണ എന്ത് വേണോ? വായിലിട്ട് നോക്കണം. അപ്പം മധുരം വായിക്കോ അല്ലെങ്കിൽ കഴിക്കോ അല്ലെങ്കിൽ പഞ്ചസാരക്കോ? വായിക്കാൻ മധുരോ? എന്നാ വായിക്കാൻ മധുരം ഒന്ന് ഉറപ്പിച്ചോ? ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ചരക്കല്ല് വാരിയിട്ട് വായിലിടുമ്പോൾ നോക്കാം, മധുരക്കോ നോക്കാം. അപ്പൊ വായിക്കുമല്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാ മധുരം അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിക്കണം, രുചി എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാരും വായിക്കും രുചി കിട്ടൂല. ഒരുത്തരും രുചികൾ വേർത്തും രുചിയായി തോന്നൂല. ഇതുപോലെ ഭംഗിയും. അതുകൊണ്ട് നിങ്ങൾ നോക്കിപ്പോ ഒന്ന് ഫോട്ടോ എടുത്തോ നിങ്ങള്. അതാ ഒരു ചങ്ങായിന്റെ കുപ്പായം ചോന്ന്, മറ്റോന്റെ കത്ത്, മറ്റോന്റെ വെളുത്ത്, മറ്റോന്റെ 2 കളറുണ്ട്, മറ്റോന്റെ 3 കളറുണ്ട്, മറ്റോന്റെ 4 കളറുണ്ട്. എന്താ കാരണം? ഓരോരുത്തർക്കും ഓരോന്ന് ഭംഗിയായി തോന്നിയതാ. അപ്പൊ ഒരുത്തം പറയാ, ഏയ് എടാ ഇത് ഭംഗിയില്ല, എന്ത് ഭംഗിയില്ലാന്ന്? ഇന്റെ ഭംഗിയിട്ടോ ഇനിയൊക്കെ എന്റെ ഭംഗിയിട്ടോ ഞാൻ നോക്കാം. അല്ലാതെ മറ്റോന്റെ ഭംഗിയിലാറേണ്ട ആവശ്യം നമുക്കെന്താ? ഇതുപോലെ കല്യാണം കഴിച്ച് പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ ഭർത്താവിന് തോന്നണം ഭംഗിയുണ്ട് എന്ന്, ഭാര്യക്കും തോന്നണം ഇവൻ കുഴപ്പമില്ല. വേറുള്ളതിനതിൽ ഇടപെടുന്നു, പെങ്ങന്മാർത്തിനതിൽ ഇടപെടുന്നു, ഉമ്മന്തിനതിൽ ഇടപെടുന്നു, വേറുള്ളതിനെ ഇടപെടുന്നു. അത് അവർക്ക് നമ്മാമല്ല അള്ളാഹു തന്നെ തോന്നിപ്പിക്കുന്നതല്ലേ ഭംഗിയും രുചിയൊക്കെ. വേറൊരുത്തനതിൽ ഇടപെടുന്നു. സുബ്ഹാനല്ലാഹ്, ഇടപെടാൻ പാടില്ല. ഇടപെട്ടിട്ട് ആ ബന്ധം മുറിപ്പിക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിച്ചോളണം. ഇതുപോലെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതിന് ശേഷം ചില ഉമ്മാര് പൊന്നെത്രണ്ട്, പൊന്നിന്റെ തൂക്കെത്രണ്ട്, ഇവളെന്തിനാ നോക്കുന്നത്? ഈ മകന്റെ ഭാര്യ മരിച്ചാൽ ഇവക്ക് സ്വത്തവകാശം കിട്ടുമോ? ഒറ്റ കിതാബിലില്ല. മകന്റെ ഭാര്യ മരിച്ചാൽ ഉമ്മാക്ക് സ്വത്തവകാശം കിട്ടുമെന്ന് ഒറ്റ കിതാബില്ല. ഒരു പണത്തൂക്കം പൊന്നിട്ടില്ല. പിന്നെ ഇതിന് ഇവളെ നോക്കുന്നത്? പൊന്നിടുന്ന എന്തിനാ? ഭർത്താവിന് ഭംഗി കാണാന്. അപ്പൊ പൊന്ന് മതിയോ പോരെ ആരാ തീരുമാനിക്കേണ്ടത്? ഭർത്താവ്. അപ്പൊ ആ ഭർത്താവിന് പോരാൻ തോന്നിയാലോ അത് എത്രയും പരിഹരിക്കാൻ കഴിയും? ജ്വല്ലറി പോയിട്ട് അവൻ തന്നെ വാങ്ങിക്കൊടുത്താ പോരെ? ഏതെങ്കിലും ഭാര്യ പറയോ ഭർത്താവ് എന്നാ ഞാൻ ഇടൂല? പ്രശ്നം പരിഹരിക്കാൻ വകുപ്പില്ലേ. പിന്നെ എന്തിനായാലും ഉമ്മ എന്തിനായാലും ഇടപെടുന്നു? പൊന്നു പറഞ്ഞു പോയി എന്തിനാ പറയുന്നു? ഉമ്മക്ക് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടുന്നു. ആവശ്യമുള്ളതിലും
മയ്യതുലുബൻ മഹലൈസ യഅനീഹി ഫഖദ് ഫതല്ലദീ യഅനീഹി മിൻ ഗൈരി തിലാ. സൈനുദ്ദീൻ മാബരി നിങ്ങൾ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്തതിൽ ഇടപെടരുത്. ഒരുത്തൻ ആവശ്യമുള്ള വിഷയത്തിൽ മാത്രം ഇടപെടണം, ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. അപ്പൊ ഭർത്താവിന്റെ ഉമ്മ പൊന്നിന്റെ തൂക്കം നോക്കേണ്ടതില്ല, പെങ്ങൾ നോക്കേണ്ടതില്ല. സന്തോഷത്തോടെ ജീവിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾ ടെൻഷൻ സമ്പാദിക്കരുതേ ഉമ്മമാരെ, പെങ്ങന്മാരെ. കല്യാണം കഴിക്കുന്നത് വരെ ചെറുപ്പക്കാരനൊരു ടെൻഷനുമില്ല. കല്യാണം കഴിച്ച് പിന്നെ കണ്ടപ്പോ ഉസ്താദേ സ്റ്റേജുമ്പോ നിങ്ങൾക്കും വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ഒന്നല്ല കേട്ടോ, ഇവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചില സ്റ്റേജും ഇറങ്ങുമ്പോൾ ചില ചെറുപ്പക്കാരനും സ്വകാര്യം പറയാണ്, ഉസ്താദേ എത്ര നേർച്ച വേണമെങ്കിലും സിറാജുലുദിലേക്ക് തരാം, എന്റെ ഭാര്യയും ഉമ്മയും തമ്മിലൊന്നും നന്നായി കിട്ടിയാൽ മതി. സുബ്ഹാനല്ലാഹ്, വിദേശത്ത് പോകുമ്പോ ചില ചെറുപ്പക്കാര് സങ്കടം പറയാണ്, ഉസ്താദേ ഒന്ന് ദ്വാരക്കണേ, ഉമ്മയും എന്റെ ഭാര്യ തമ്മിൽ ഒക്കാൻ വേണ്ടി ദ്വാരക്കണേ. ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ നിന്ന് വിസയും എടുത്ത് നാടും കുടുംബവും വിട്ടിട്ട് വിദേശ രാജ്യത്ത് പോയി അധ്വാനിക്കുന്ന ചെറുപ്പക്കാർക്ക് മനസ്സമാധാനം കൊടുക്കണ്ടേ ഉമ്മമാരെ, മനസ്സമാധാനം കൊടുക്കണ്ടേ പെൺകുട്ടികളെ. സ്വന്തം ഭാര്യമാരെ കുറ്റവും കുറവും ഉമ്മ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന് ടെൻഷനില്ലേ? ഇതുപോലെ തന്നെ ഉമ്മാന്റെ കുറ്റവും കുറവും ഭാര്യമാര് വിളിച്ചു പറഞ്ഞാൽ ഉമ്മാനെ തള്ളാൻ പറ്റുമോ? അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കാലി ചെരിപ്പടിക്കാലിന്റെ ചോടയാണ് സ്വർഗോന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. സ്വന്തം ഉമ്മാനെ തള്ളാൻ പറ്റുമോ? ഭാര്യമാര് ഉമ്മാന്റെ കുറ്റവും കുറവും ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ആ ചെറുപ്പക്കാര് ടെൻഷൻ കൊണ്ട് വിഷമിച്ചില്ലേ? അതുകൊണ്ട് ഓ ചെറുപ്പക്കാരികളെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ അവരെ കുടുംബത്തെ കുറ്റം പറയൽ. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളതാ പരിചയപ്പെടരുതേ. അല്പമൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾ വളരണം, സഹിക്കാൻ നിങ്ങൾ വളരണം. ഇതുപോലെ ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം മക്കൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് അവരെ ഭാര്യന്റെ കുറ്റവും കുറവും പറയൽ. അത് പറഞ്ഞിട്ട് നിങ്ങളെ മക്കൾക്ക് ഉള്ള മനസ്സമാധാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. ഞാനിത് പറയുമ്പോ ഞാനിത് നമ്മുടെ ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. വയല് പറയാന്ന് പറഞ്ഞാൽ സമുദായത്തിന് ആവശ്യമുള്ള സംഗതിയല്ലേ പറയേണ്ടത്. സ്റ്റേജിമ്മ കയറിയിട്ട് ഗീബത്ത് പറയാൻ പാടുണ്ടോ? സ്റ്റേജിമ്മ കയറിയിട്ട് കുറ്റം പറയാൻ പാടുണ്ടോ? സ്റ്റേജിമ്മ കയറിയിട്ട് കളവ് പറയാൻ പാടുണ്ടോ? സ്റ്റേജിമ്മ കയറിയിട്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയാൻ പാടുണ്ടോ? അതിന് പകരം അല്ലാഹുവിന്റെ കോടതിയിൽ ഈ സംസാരിക്കുന്ന നാവിനെ കുറിച്ച് ചോദ്യം ചെയ്യൂലേ? ചിന്തിക്കുന്ന മനസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യൂലേ? ഈ കാണുന്ന കണ്ണിനെ കുറിച്ച് ചോദ്യം ചെയ്യൂലേ? കേൾക്കുന്ന കാതിനെ കുറിച്ച് ചോദ്യം ചെയ്യൂലേ? അതുകൊണ്ടല്ലേ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഗീബത്തും നമീമത്തും പറയൽ ഹറാമായതുപോലെ കേൾക്കലും ഹറാമാണ്, സദസ്സിൽ പങ്കെടുക്കലും ഹറാമാണ്. അതുപോലെ തന്നെ കളവ് പറയൽ ഹറാമായതുപോലെ കളവ് കേൾക്കലും ഹറാമാണ്. അതേ, അതുപോലെ തന്നെ യുക്തിവാദിയുടെയോ നിരീശ്വരവാദിയുടെയോ പുത്തനാശയക്കാരന്റെയോ പ്രസംഗം കേൾക്കലും അത് പറയലും ഹറാമാണ്. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അപ്പൊ നമ്മളെ ജീവിതം അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം, അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് തിരിയണം. അല്ലാഹ്, എല്ലാവരും ഒരു 3 തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ലിക്ക സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങളൊരു പക്ഷേ ഇന്നത്തെ ഇശാ നിസ്കാരത്തിൽ കേട്ടതാണ്, ഒരുപക്ഷേ നാളത്തെ ജുമാ നിസ്കാരത്തിൽ കേൾക്കുന്നതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ.
ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ പുകഴ്ത്തണം, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, നിങ്ങൾ റബ്ബിനെ പുകഴ്ത്തണം, നിന്റെ റബ്ബിനെ നീ പുകഴ്ത്തണം. അൽ-അഅ്ലാ, അവൻ മഹോന്നതനാണ്. ആ മഹോന്നതനായ റബ്ബിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഓ, ആ സൂറത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ആ അല്ലാഹു അറിയുന്നവനാണ്. നിങ്ങൾ ഉറക്ക ഓതിയാലും പതുക്കെ ഓതിയാലും അല്ലാഹു അറിയുന്നവനാണ്. രഹസ്യവും പരസ്യവും അറിയുന്നൊരു രാജാവുണ്ട് നമുക്ക്. അതുകൊണ്ടാ ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുമ്പോ മരണമാസന്നമായ സമയത്ത് പറഞ്ഞു, മോനെ, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു കാണാത്ത സ്ഥലത്തുനിന്ന് ചെയ്യണേ മോനെ, മലക്കുകൾ കാണാത്ത സ്ഥലത്തുനിന്ന് ചെയ്യണേ മോനെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ ചെറുപ്പക്കാരെ? അല്ലാഹ് കാണാത്തൊരു സ്ഥലമുണ്ടാകുമോ? മലക്കുകൾ കാണാത്ത സ്ഥലമുണ്ടാകുമോ? ആകയാൽ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. 6 വയസ്സുള്ള കുട്ടി കാണുമെങ്കിൽ ചെയ്യുകയില്ല. അങ്ങനത്തെ ചില ദുഷ്ചെയ്തികൾ നമ്മൾ ഇരുട്ടിന്റെ മറവിൽ ചെയ്തു പോയവരില്ലേ? റബ്ബ് കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല, മലക്കുകൾ കാണാക്കുന്നത് ആലോചിച്ചില്ല. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, അറിഞ്ഞ് ചെയ്തതും അറിയാതെ ചെയ്തതും, മറന്ന് ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും, ഞങ്ങൾ ഏത് തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ഉറൂസും പരിപാടിയും പടച്ച റബ്ബേ, ഈ മുന്നിൽ അണിനിരന്ന യുവാക്കൾ, ഈ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളും, ഈ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും, ഈ സദസ്സിൽ വന്നവരുടെ പ്രവർത്തനങ്ങളും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരാരുണ്ടോ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവരാരുണ്ടോ, എല്ലാവരുടെ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ബറക്കത്തിനെ എത്തിത്തരണേ അല്ലാ. ഞങ്ങൾ ആരും തന്നെ നിന്റെ മുമ്പിൽ ഹുങ്ക് പറയാനില്ല അല്ലാ. ഈ പാവപ്പെട്ട ഞാൻ തീരെ ഇല്ല അല്ലാ. എനിക്ക് അത് പറഞ്ഞു തരേണ്ട എത്രയോ അലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്, ഒരുപക്ഷെ ഈ സ്റ്റേജിലുണ്ട്. അങ്ങനെ ഈ സദസ്സിൽ എത്രയോ മഹാന്മാരുണ്ടാകും. പടച്ച റബ്ബേ, അവരെ ബറക്കത്തോണ്ട് ഈ പാവപ്പെട്ട എന്നെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ആർക്കുണ്ട് ധൈര്യം പറയാൻ? എനിക്ക് ധൈര്യമില്ല, എനിക്കൊരൽപ്പവും ധൈര്യമില്ല. എന്തിന് ധൈര്യമില്ല? എന്റെ ജീവിതത്തിൽ ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല, ഒരു കറാഹത്തും ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു വുജൂബും ഒഴിച്ചിട്ടില്ല, ഒരു സുന്നത്തും ഒഴിച്ചിട്ടില്ല എന്ന് പറയാൻ ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ല. എനിക്ക് ധൈര്യമുണ്ടൊരു കാര്യം, അതെന്താണ്? അല്ലാഹുവിന്റെ ദീന് പറയുമ്പോൾ എനിക്ക് തെളിവ് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ഞാൻ പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. അല്ലാഹുവിന്റെ ദീന് കൊണ്ട് ഞാൻ കളിച്ചിട്ടില്ല. അതേ സമയത്ത് എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവരാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ എന്റെ ഈ തെറ്റുകുറ്റങ്ങൾ പേറി നടക്കുന്നതിനിടയിൽ വേറെ ഒരു ആലിമിനെയോ, വേറെ ഒരു സയ്യിദിനെയോ, വേറെ ഒരു മോമിനെയോ, ഒരൊറ്റ മനുഷ്യന്റെയും കുറ്റം പറയാൻ ഞാൻ എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് എന്റെ രാജാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ബേജാറാകുന്നതിനിടയിൽ മറ്റുള്ളവരുടെ കുറ്റത്തെ കുറിച്ച് ഞാനെന്ത് ചിന്തിക്കണം? എന്റെ റബ്ബ് ഏൽപ്പിച്ച ദൗത്യം പഠിച്ചത് പറയലാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹാ, നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച മുസ്ലിമീങ്ങൾ
റെഗുലർ മെമ്പറാണെന്ന് അള്ളാഹുവിലേക്ക് ജനങ്ങളെ മനസ്സ് ക്ഷണിച്ചുകൊണ്ട് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? റബ്ബേ, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ ദേദംബർ തമ്മുടെ ആള് ഞാനെന്നോവർ വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദംബറവർ വായിൽ തുപ്പി കൊടുത്തോവർ ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്ര വലിയ മഹാനാ, എത്ര വയലു പറഞ്ഞ ആളാ. വയലു പറയാൻ മടി തോന്നിയപ്പോ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മോനെ തുറക്ക് വായി എന്ന് പറഞ്ഞ് വായി തുറപ്പിച്ചിട്ട് പക്ഷെ സർഫാക്കപ്പെട്ട ഉമീര് തുപ്പി കൊടുക്കുക. ഉറക്കിൽ സ്വപ്നത്തിൽ തുപ്പി കൊടുക്കുക. അതാ മുഹീദ്ദീൻ മാലെ പറഞ്ഞത്, വേദം വിളമ്പി പറവാൻ മടിച്ചാരെ വേദാംബറവർ വായിൽ തുപ്പി കൊടുത്തോവർ. ആ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഓ സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് കറാമത്ത് കണ്ട മഹാൻ. അല്ലാഹുവേ, ഞങ്ങളെ കൈവശത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നിന്റെ ഔലിയാക്കളെ മദ്ഹ് പറയൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ച ദീന് പറയൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നീ അവരെ ബർക്കത്ത് കൊണ്ട് അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. അവരെ കൈപിടിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. അവരെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾക്ക് മുഴുവനും മാപ്പ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരെ ഖൽബും നന്നാക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന് പറഞ്ഞ കിതാബിൽ പറയാണ്, മക്കളെ നിങ്ങൾ മരണത്തെ ഓർമ്മിച്ചോ. നിങ്ങളെ ഖൽബ് നന്നാകാൻ അത് നല്ലതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ അത് നല്ലതാണ്. നിങ്ങൾ മരണത്തിനെ ഓർമ്മിച്ചോ. ഞാൻ പാതിരാ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് മരണത്തിനെ ഓർമ്മിച്ചിട്ട് എത്ര ദിവസമാ പൊട്ടിക്കരഞ്ഞത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് ഞാൻ എന്റെ റബ്ബിനോട് എത്രയാ സങ്കടം പറഞ്ഞത്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ മരണത്തിനെ കുറിച്ച് ഓർമ്മിച്ചപ്പോ മലക്കുൽ മൗത്തിന്റെ വരവൊന്ന് ഞാൻ ചിന്തിച്ചു. ആ വരവ് എങ്ങനെ ഉണ്ടാകും പഠിച്ചവനെ? എത്ര ഗൗരവത്തിലായിരിക്കും മലക്കുൽ മൗത്തിന്റെ സമീപത്തേക്ക് വരുന്നത്. എത്ര ഗൗരവത്തിലായിരിക്കും മലക്കുൽ മൗത്തിനോട് പെരുമാറുന്നത്. അല്ല ലളിതമായ പെരുമാറ്റമാണോ? ഞാനിങ്ങനെ പേടിച്ചപ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, പഠിച്ചവനെ മലക്കുൽ മൗത്തിനെ എന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കല്ല. മലക്കുൽ മൗത്തിനെ എന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, വരവെങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ റൂഹിനെ നീ ഡയറക്റ്റ് അങ്ങ് പിടിച്ചോ അല്ലാ. ഞാനങ്ങനെ പറയും എനിക്കൊരു ക്ഷീണം തോന്നി. ഞാനൊന്നങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിലതാ വരുന്നു ഒരാള്. സുബ്ഹാനല്ലാഹ്, അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ മലക്കുൽ മൗത്താണ്. ഞാൻ മൗത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിന് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നു? ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞില്ലേ നിങ്ങളെ പറഞ്ഞേക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ഞാനങ്ങ് പറയുമ്പോ ഈ മലക്കുൽ മൗത്ത് എന്നോട് ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തിനതല്ലാനോട് ചോദിച്ചു? അയ്യുദമ്മില്ലീ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തു പോയത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളെ സമീപത്ത് ഞാൻ വരരുത് എന്ന് ചിന്തിച്ചത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്റെ കാര്യം ഞാൻ പറയട്ടെ. ഇന്നമാന അബ്ദുൻ മഅ്മൂർ, ഞാൻ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അടിമയാണ്. ഞാൻ ഉടമസ്ഥനല്ല, ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ അല്ലാഹു തആല എന്നോട് കൽപ്പിക്കും, ഒരാളെ റൂഹ് പിടിക്കുമ്പോൾ വളരെ മയമായി സന്തോഷത്തോടെ പിടിക്കണം എന്ന് പറയും. ഞാൻ സന്തോഷത്തോടെ പിടിക്കും. വേറൊരാളെ റൂഹ് കടുപ്പത്തിൽ പോയി ഗൗരവത്തിൽ പിടിക്കണമെന്ന് പറയുമ്പോ ഞാൻ ഗൗരവത്തിൽ പോയി പിടിക്കും. എന്റെ വകയിൽ ഞാൻ ഒരാളെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ ശൈഖേ. നിങ്ങൾ എന്തിനാണ് എന്നെ പറഞ്ഞേക്കരുത് എന്നുള്ള ആരോട് പറയേണ്ട ആവശ്യം എന്താണ്?
ആനഖനി സുമ്മ ബക്കാ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഫതുഹുർ റബ്ബാനി എന്ന സ്വന്തം കിതാബിൽ പറയാണ്, അതും പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് എന്നെ പിടിച്ച് അണച്ചുകൂട്ടിയിട്ട് കരയാൻ തുടങ്ങി. കാരണം ഔലിയാക്കളോടുള്ള സ്നേഹം മലക്കുകൾക്കുണ്ട്, എല്ലാ മഹാന്മാർക്കുമുണ്ട്. വലിയ ആലിമാണ് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, വലിയ കറാമത്തുള്ള വലിയാണ്, വലിയ ദുആ ഇജാബത്തുള്ള മഹാനാണ്. ആ ഗൗസുൽ ആദം തങ്ങളെ പൊരുത്തം വേണമെന്ന് അതേ മലക്കുൽ മൗത്തിലുമുണ്ട്. മലക്കുൽ മൗത്ത് പൊട്ടിയത് അണച്ചു കൂട്ടി പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഞാനും മലക്കുൽ മൗത്തിൽ അടച്ചു കൂട്ടിയിട്ട് ഞാനും കരഞ്ഞു. കാരണം ഞാൻ അബ്ദുൽ ഖാദിറാണ്. ഖാദിർ എന്നത് അള്ളാന്റെ പേരാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. അബ്ദുൽ ഖാദിർ കഴിവുള്ള പടച്ചവന്റെ അടിമ എന്നാണ്. ഞാൻ ഉടമസ്ഥനല്ലല്ലോ, ഉടമസ്ഥൻ അള്ളയല്ലേ. എനിക്കും അള്ളാഹു കാരുണ്യം ചെയ്താലല്ലേ ഞാൻ രക്ഷപ്പെടൂ. ഞാനും അള്ളാന്റെ അടിമ, മലക്കുകളും അള്ളാന്റെ അടിമ, എല്ലാവരും അള്ളാന്റെ അടിമകളല്ലേ. ഈ അടിമകൾ എന്തിന് അഹങ്കരിക്കണം? ഈ അടിമകൾ എന്തിന് അസൂയ വെക്കണം? ഈ അടിമകൾ എന്തിന് കുറ്റം പറയണം? ഉടമസ്ഥൻ രക്ഷപ്പെടുത്തിയാലല്ലേ രക്ഷപ്പെടുള്ളൂ. ഞാനും മലക്കിനെ അടച്ചുകൂട്ടി കുറെ കരഞ്ഞു മക്കളെ. അതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചറബുമായി അടുക്കണോ? നിങ്ങൾ മരണത്തെ ഓർമ്മിപ്പിക്കൽ വർദ്ധിപ്പിക്കണേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ പറയുന്നു, അതുകൊണ്ട് ഓ ചെറുപ്പക്കാരെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. ഉമ്മമാരെ, ഒരു നേരത്തെ നിസ്കാരവും കളാക്കരുത്. കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, നമ്മൾ അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം. ഒരിക്കലും മദ്യപിക്കരുത്, ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്, ഒരിക്കലും അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി രസിക്കരുത്, അന്യപെണ്ണിലേക്ക് നോക്കരുത്, അന്യപെണ്ണിന്റെ ചിത്രം നോക്കരുത്, അന്യപെണ്ണിനെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്, അന്യപെണ്ണ് അന്യപുരുഷനെയും ഫോൺ ചെയ്തുകൊണ്ട് അതാ തെറ്റായ സംസാരങ്ങൾ സംസാരിക്കരുത്. അതേ ഹറാമിലേക്ക് വീണുപോകരുത്. അതുപോലെ താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളെ വികാര ശമനത്തിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതുവരെ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ പറഞ്ഞില്ലേ. രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവ് ഏത് സംഗതിയും കാണുന്നു എന്ന ബോധത്തോടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസുകൾ നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനേ. എല്ലാവരും നല്ല സംഭാവന തരണം. ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ എനിക്കറിയാം സംഭാവന കൊടുക്കാൻ. ഞാൻ 35 കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ അത് സംഭാവനക്കാന്ന് അറിയാം. ഈ ചെറുപ്പക്കാരിവിടെ ഒന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ തിരക്കൂട്ടാതിരിക്കാൻ ഒരു ഭാഗത്തുകൂടി വന്ന് മറ്റൊരു ഭാഗത്തുകൂടി വിടാൻ വേണ്ടിയാണെന്ന് പറയാം. അതുകൊണ്ട് ഇതിലെങ്ങനെ വരിക. എന്നിട്ട് ഒരു വിഷയമുണ്ട്, എന്നോട് നിങ്ങൾക്കൊന്നും എന്നോട് വെറുപ്പില്ലല്ലോ. എന്നാ ഒരു 2 കാര്യം ചെയ്യണം. ഒന്ന് മെല്ലെ വരണം. എനിക്ക് പൊടി ധൂള് പാറിയാൽ നാളെ ശ്വാസം മുട്ടും, അങ്ങനത്തെ ഒരു രോഗമുണ്ട്. അതുകൊണ്ട് ധൂള് പറയും, മെല്ലെ വരണം. പിന്നെ ഒന്നുകൂടി പറയാം, ഇനി കുറേ സംഘാടകരുണ്ടാവുമല്ലോ ഈ സദസ്സിൽ. അതുകൊണ്ട് പറയാൻ വയത് പറയുമ്പോൾ മുന്നിൽ എന്നെപ്പോലത്തെ ചെറിയ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും ഒരു മൂലാമര കൂട്ടത്തിൽ. ഒരു ചെറിയ ഉപകാരം, മുന്നിലൊരു താർപ്പായി വിരിക്കുക. ഇന്നൊക്കെയല്ല, പിന്നെ താർപ്പായി എപ്പോഴും എല്ലാ സംഘാടകരും മനസ്സിലാക്കാം. ഒരു താർപ്പായി വിരിക്കുന്ന ധൂള് പാറില്ല. അപ്പൊ പ്രായമുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. തങ്ങൾക്ക് എപ്പോഴും ശ്വാസം മുട്ടാ. പ്രായല്ലേ, നമ്മളെപ്പോലെ ചെറുപ്പമല്ലോ, പ്രായല്ലേ. എനിക്ക് തന്നെ പലപ്പോഴും ശ്വാസം മുട്ടുന്നു. തങ്ങൾ ഇവിടെ തന്നെ വരേണ്ടത് വരാൻ കഴിയില്ലെന്ന് നിൽക്കുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല അങ്ങനത്തെ മഹാന്മാരെ ദീർഘായുസ് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സയ്യിദന്മാർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീങ്ങളും എല്ലാ സയ്യിദന്മാരെയും എല്ലാ മോമിനിങ്ങളെയും അള്ളാഹു തആല ഹഖിന്റെ മേൽ യോജിപ്പിച്ച് നമുക്ക് കാണിച്ചു തരട്ടെ. അതിലെല്ലാവരും ദ്വാർക്കണം, എല്ലാവരും ദ്വാർക്കണം. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കേണ്ട സമയങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും ഗീബത്ത് പറഞ്ഞിട്ടും എതിർത്തിട്ടും നമ്മൾ നശിപ്പിച്ചു കളയുന്നതിന് പകരം നമുക്ക് ആഖിറം ചിന്തിക്കാനുള്ള സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും ദ്വാർക്കണം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല നമ്മളെ യോജിപ്പിച്ച് ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മൾ അല്ലാഹു തആല ഭിന്നിപ്പിച്ച് നശിപ്പിക്കാതിരിക്കട്ടെ. അതിനെല്ലാവരും ദ്വാർക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ, ഞാനൊരിക്കലും ഒരു സിറാജുൽ അല്ലെങ്കിൽ ഒരു സ്കൂള് അതിന്റെ തറക്കല്ലിടലിന് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ തുവക്കുന്ന് എന്ന് പറയും, തലശ്ശേരി താലൂക്കില തുവക്കുന്ന്. അപ്പോ
തറക്കല്ലിടലിന് കൂട്ടിക്കൊണ്ട് തങ്ങളൊന്ന് വേർന്നിട്ടേര് അതെങ്ങനെ ബിൽഡിംഗ് വരുന്നില്ലേ ആ നിലക്ക് തങ്ങളെ വിളിച്ചതാ. അല്ലെങ്കിൽ ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും, എന്നാലും നമുക്ക് സന്തോഷത്തിന് വിളിച്ചാണ്. അങ്ങനെ തങ്ങളും വന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദും ഉണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പുരക്കിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു ഖത്തർ തന്നെ സൂഫിയാജി ഉണ്ട്. സൂഫിയാജിന്റെ ഉമ്മ പറഞ്ഞു, ഉസ്താദെ തങ്ങളെ ഇതാ എന്റെ മോള് ഇവിടെ കിടക്കുന്നു, എന്റെ മോള് ഭർത്താവായിട്ട് തെറ്റാ, കുറെ മക്കളെല്ലാം ഉണ്ട്, തെറ്റിയിട്ടാള്. തങ്ങളൊരു ഇന്ന് നന്നാവൂന്ന്. രാത്രി 9-9:30 മണിക്കാ പറഞ്ഞു ഇന്ന് നന്നാവൂ, ഇന്ന് നന്നാവൂ. ഞാൻ വിചാരിച്ചു ഇന്നെങ്ങനെ നന്നാവും ഓടിച്ചോ. ഈ 9:30 മണിക്ക് പരിപാടി തങ്ങളും ഉസ്താദും ലക്ഷദ്വീപിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഉണ്ട്, ഞാനൊരു സംഘാടകനാണല്ലോ, അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്നോട് അവിടെ ഉള്ളൊരു ചെറുപ്പക്കാരന്റെ മൂത്ത ഞമ്മളൊന്ന് ഈ പുയ്യാപ്പിളിനെ പോയി കണ്ടായിരുന്നേ. ഇപ്പൊ എന്നാ പോവാ, പുയ്യാപ്പിളിനെ പോയി കണ്ട് പുയ്യാപ്പിളെ കണ്ട ആളോട് സംസാരിച്ചു. നിങ്ങൾ പറയണേ ഞാനിപ്പോ തന്നെ കൂട്ടാ. അന്നേരം തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. നന്നാവും. അങ്ങനെയാണ് അല്ലാഹു തആല അങ്ങനത്തെ മഹാന്മാരെ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ തന്നെ വലിയ ബർക്കത്താ. അല്ലാഹു തആല തങ്ങളവർക്കും എല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ഞാൻ പറഞ്ഞത് ഈ പൊടി മാറിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ എപ്പോഴും നല്ലത്, എല്ലാവർക്കും നല്ലതാണോ അതുകൊണ്ട് പറഞ്ഞാണ്. മുന്നിൽ താർപ്പ ഇപ്പൊ പിരിക്കാനല്ല, പിന്നെ ഉള്ള സ്റ്റേജിലൊക്കെ ഒരുപാട് ആളുണ്ടാവും, പല മഹല്യാരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും, സംഘാടകർ, അവർക്കൊക്കെ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് തിരക്ക് കൂട്ടാണ്ട് വരുമെന്ന്. രണ്ടാമത്തത് ഒരു ഉപകാരം ചെയ്യണമെന്ന് തന്നെ കൈ പിടിക്കാണ്ടിരിക്കണമെന്ന് പറയുന്ന കാരണം ഒന്ന് ഞാൻ തങ്ങളല്ല, ഒന്ന്. രണ്ടാമത്തത് കൈ പിടിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീരൂല. കൈ പിടിക്കാണ്ട് സംഭാവനയും കൊടുത്തു പോകണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തീരും. അപ്പൊ നാളെ രാവിലെ മുതൽക്ക് 100 സുഖനുണ്ട്, 1 മിനിറ്റും ഇല്ലല്ലോ, ഇങ്ങനെ ഓടുകയല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നൊരു വലിയ ഉപകാരമാണ്, വേഗം പരിപാടി വയ്ക്കാറുള്ളത്. പിന്നെ വയല് കുറക്കാൻ എനിക്കറിയാം, പക്ഷെ അപ്പൊ പിന്നെ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇത്രയും കാത്തുനിന്ന് ഈ ആളുകളൊക്കെ കാത്തു നിന്നിട്ട് വയല് കുറഞ്ഞു പോയാൽ നമുക്ക് നഷ്ടമില്ല. അതുകൊണ്ട് വയല് കുറക്കാതിരിക്കുകയാണ്, കൈപിടിക്കൽ കുറക്കുക. എല്ലാവരും സംഭാവന തരിക, എല്ലാം അങ്ങോട്ട് മാറിക്കുക. അല്ലാഹു തആല നമ്മുടെ നാട്ടിലും നമ്മളെ ജമാഅത്തിലും നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് ഞങ്ങൾക്ക് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ഒരാൾ സിറാജുള്ളതിലേക്ക് നേർച്ച തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. എല്ലാവരും ഇവിടത്തേക്ക് സംഭാവന തരണം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ആ മൈക്ക് വർക്ക് ചെയ്യോ? മെല്ലെ വന്നോളി. തിരക്കൂട്ടാതെ അതിലിടയ്ക്ക് ഒരു 10 സ്വലാത്തിയിലുണ്ട് നമുക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉച്ചരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്റെ പേരിലും നമ്മളുടെ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമുക്കൊരു ഒന്നായിട്ടുള്ള ഒരു സിയാറത്ത്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും സംഭാവന കൊടുക്കുകയും വേണം, അതിലേക്ക് നമ്മൾ ദ്വാരക്കുകയും ചെയ്യാം. സമയം കുറേ വൈകിയല്ലോ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. കുറ്റിയാടി കീശയിൽ പലരും കുറ്റിയാടിയിലേക്ക് സിറാജുൽ ഹുദയിലേക്ക് സംഭാവന കീശയിലിട്ടവരുണ്ട്. അല്ലാഹു തആല അവർ അമൽ ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ സംഭാവന അന്നൂരിലും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നല്ല നിയ്യത്തോടെ എല്ലാവരും ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدنا يا الرحمن മിസ്കീന്മാരായ ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഓതിയതും ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയതും ഞങ്ങൾ സംസാരിച്ചതും ഇവിടെ സംഭാവനകൾ കൊടുത്തതും നേർച്ച നൽകിയതും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. റബ്ബേ, ഈ സംരംഭങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിന് ഞങ്ങൾക്ക് നീ എന്താണോ പ്രതിഫലം നൽകുന്നത് അതേപോലെ ഒന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലും സർവമഹാന്മാരുടെ ഹദറത്തിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്റെ ഹദറത്തിൽ പ്രത്യേകിച്ചും നീ എത്തിക്കണം റഹ്മാനേ. അവരുടെ ദറജകളെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരെ ദറജകളെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും എടുത്തോ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. സിറാജുലുകളെ നേരത്തെ പൈസ നിങ്ങൾ കയ്യിലാട് പിടിച്ചാൽ മതി. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ച മോമിനീകൾ, മോമിനാത്തുകൾ ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ, ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട ഏതൊക്കെ മോമിനീങ്ങളുണ്ടോ എല്ലാവരുടെ ഖബറിലും അതിന്റെ പ്രതിഫലം നീ എത്തിക്കണം റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് എന്തെല്ലാം ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഇവിടെ ഈ പരിപാടിയിലേക്ക് നേർച്ചകളും സദഖകളും കൊടുത്തവരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും കൊടുത്തവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനേ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. എത്ര വലുതോ ചെറുതോ ആയ രോഗങ്ങളാണോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മാനസികമായ അസ്വസ്ഥതയുള്ളവരുണ്ട്, ചർമ്മരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ക്യാൻസറും അൾസറും ട്യൂമറും പ്രഷറും പലതും കൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. പടച്ച റബ്ബേ, സർവ്വ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ.
എല്ലാ സാഹിരീങ്ങളെ സിഹറിൽ നിന്നും, ഐനീങ്ങളെ ഐനിൽ നിന്നും, ചതിയന്മാരെ ചതിയിൽ നിന്നും, അസൂയക്കാരെ അസൂയയിൽ നിന്നും, എല്ലാ കുഫാറിന്റെ കുഫറിൽ നിന്നും, മുബത്തദീന്റെ ബിദ്അത്തിൽ നിന്നും, എല്ലാ വാലിബിന്റെ ദുൽമിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ കാവൽ തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, വലൈക്കും സലാം, പടച്ച റബ്ബേ, ഞങ്ങളെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവായ നീ ഞങ്ങളുടെ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ധാരാളം യുവാക്കളുണ്ട് ഈ സദസ്സിൽ, അവർക്കൊക്കെയും അവരെ ഭാവി ജീവിതം നീ സന്തോഷമുള്ളതാക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീ ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, എന്ത് കടങ്ങളുണ്ടോ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഏതെല്ലാം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാ മഹാന്മാർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ മഹല്ലത്തിന്റെ ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും ഇവിടെ പങ്കെടുത്തവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും ഖൈറും ബറക്കത്തും ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നിന്റെ എല്ലാ മേൽനോട്ടവും സംരക്ഷണവും നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ് സാധുക്കളായ ഞങ്ങൾ. ആ പാപങ്ങളെല്ലാം നീ മാപ്പ് തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ വന്നിട്ടുണ്ടോ, ഞങ്ങൾ അമ്പിയാക്കളല്ല മലക്കുകളല്ല, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. യാതൊരു തെറ്റിന്റെ പേരിലും ഞങ്ങളെ നീ വഷളാക്കരുതേ അല്ലാഹ്, കുറവാക്കരുതേ അല്ലാഹ്. നിന്റെ കോടതിയിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സർവ്വ അമ്പിയാക്കളും ഒരുമിച്ച് കൂടുമ്പോൾ, എല്ലാ ഔലിയാക്കളും വന്നു ചേരുമ്പോൾ, എല്ലാ ആലിമീങ്ങളും എത്തിച്ചേരുമ്പോൾ, സർവ്വ മോമിനീങ്ങളും വന്നു ചേരുമ്പോൾ, അവിടെ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ ചെയ്തുപോയ തെറ്റുകളോ, തടിഹവക്ക് വഴിപ്പെട്ട് ചെയ്തുപോയ തെറ്റുകളോ, ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ചിട്ട് വന്നുപോയ അബദ്ധങ്ങളോ നീ എടുത്ത് വിചാരണ ചെയ്ത് ഞങ്ങളെ കുറവാക്കരുതേ അല്ലാഹ്. നീ ഗഫൂറല്ലേ, കരീമല്ലേ, ജവാദല്ലേ, അഫൂവല്ലേ. അടിയങ്ങളായ ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാണ് അല്ലാഹ്? നിനക്ക് യാതൊരു കുറവുമില്ലല്ലോ അല്ലാഹ്, നിനക്ക് യാതൊരു മോശവുമില്ലല്ലോ അല്ലാഹ്. നീ പരിശുദ്ധനല്ലേ അല്ലാഹ്. ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല, ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോകാനില്ല. നീ അടിമകൾക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ, ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ. നീ ഗഫൂറല്ലേ, റഹീമല്ലേ, കരീമല്ലേ, അഫൂവല്ലേ. അല്ലാഹ്, ഈ സദസ്സിൽ എത്രയോ വലിയ വലിയ മഹാന്മാരുണ്ടാകും. ഈ പാവപ്പെട്ട എന്നെയും അവരെ നന്മ കൊണ്ട് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുന്നതിന് പകരം ഞങ്ങളെ സ്വന്തം കുറ്റവും കുറവും ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആത്മാവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ പരിശുദ്ധ ഖുർആൻ കാണുമ്പോ ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله. ചരക്കല്ലുകൾ, വലിയ കരിങ്കല്ലുകൾ നിന്നെ പേടിച്ചിട്ട് പൊട്ടിപ്പളർന്നു കരച്ച് വെള്ളമൊലിപ്പിക്കുന്നു നിന്റെ ഖുർആനിൽ കാണുന്നു. ഞങ്ങൾ എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ട് ഞങ്ങളെ തെറ്റിനെ കുറിച്ച് ചിന്ത വരാതെ മറ്റുള്ളവരെ കുറ്റം പറയണമെന്ന ചിന്തയിലേക്ക് ഞങ്ങളെ മനസ്സ് അതപ്പതിച്ചു പോകുന്നു. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹ്,
സാധുക്കളായ ഞങ്ങള് ആരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ നരകത്തിലിട്ടേക്കരുത് അല്ലാ. നരകം ഭയപ്പെട്ടിട്ട് കരിങ്കല്ലുകൾ പൊട്ടിക്കരഞ്ഞു. അടിയങ്ങളായ ഞങ്ങൾക്കൊരു സെക്കൻഡ് പോലും നരകത്തിൽ സഹിക്കാൻ കഴിയൂല അല്ലാ. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മവാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരെയും സഹകരിച്ചവരെയും ഈ സംരംഭത്തിന് സഹായിച്ചവരെയും സിറാജുൽ ഹുദയിലേക്ക് നീ വലിയ ഫലം കൊടുത്തു എന്ന് കേട്ടിട്ട് 10,000 പല സ്ഥലത്തു നിന്നും നേർച്ച തന്നവരുണ്ട്. പടച്ചറബേ ഞങ്ങളെല്ലാവരെയും നരകത്തുനിന്ന് കാക്കളെ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഏത് വിഷമമുണ്ടോ നീ അത് നീക്കിത്തരണേ അല്ലാ. സൗദി അറേബ്യയിൽ ഞങ്ങളെ സ്നേഹിതന്മാര് പലരും പല വിഷമത്തിൽ വിദേശത്തും നാട്ടിലും എല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണേ അല്ലാ. ഞങ്ങളെ കുട്ടികൾക്ക് നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നീ നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും ലോകത്താരുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വണ്ടി വാങ്ങിത്തന്നവരുണ്ട്, വണ്ടി തന്നവരുണ്ട്. റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് വിഷയത്തിൽ ഞങ്ങൾ ആദരിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, പ്രിയം വെച്ചവരുണ്ട്. ഈ സദസ്സിൽ പാതിരാ സമയം വരെ കാത്തിരുന്ന മോമിനീകളുണ്ട്, മോമിനാത്തുകളുണ്ട്. ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. ഞങ്ങളിൽ ആരാണോ ദുആക്കുത്തരവുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൈ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാം മോശക്കാരാണെങ്കിൽ ഈ സദസ്സിൽ ചെറിയ പിഞ്ചു മക്കളുണ്ടല്ലോ അല്ലാ, പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുഞ്ഞുമക്കൾ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അല്ലാ. അവരെ ചെറിയ വിരലുകളും കൈകളൊക്കെ ഞങ്ങളെ കൂടെ കുഞ്ഞുങ്ങളും ഉയർത്തിയിട്ടുണ്ടല്ലോ അല്ലാ. ആ പിഞ്ചുമക്കളെ ഗുണം കൊണ്ടെങ്കിലും ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ചു നിന്റെ സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ ആളുകളെയും നീ സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇതാ ബക്കറ്റിലിട്ടെ. അല്ലാഹ് കുറ്റ്യാടി സിറാജുൽ ഹുദ പലരും നേർച്ച തന്നു.